എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ മുന്നത്തെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ കണ്ടു. ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ എന്താ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്സ്. അതിൽ തന്നെ അഗ്രോണമിക്, ബൊട്ടാനിക്കൽ, ഓണ്ടോജനിക് എന്ന് പറഞ്ഞിട്ട് കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ 3 ക്ലാസിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് നമ്മൾ നോക്കും. പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ക്രോപ്സ്. ക്രോപ്സിന്റെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ക്രോപ്പ് റൊട്ടേഷൻ അതിന്റെ പ്രിൻസിപ്പിള്, പിന്നെ അഡാപ്റ്റേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മള് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ according to range of cultivation, according to place of origin, botanical classification, commercial classification, economic അഥവാ agricultural അഥവാ agrarian classification, seasonal classification, പിന്നെ ലൈഫ് സൈക്കിൾ ബേസ്ഡ് ആയിട്ടുള്ള ഓണ്ടോജനി ക്ലാസിഫിക്കേഷൻ, കൾച്ചറൽ റിക്വയർമെന്റ്, ഇമ്പോർട്ടന്റ് യൂസസ്, അങ്ങനെ പോകുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്സ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് റേഞ്ച് ഓഫ് കൾട്ടിവേഷൻ വെച്ചിട്ട്. അതിൽ തന്നെ ഗാർഡൻ ക്രോപ്പ് ഉണ്ട്, പ്ലാന്റേഷൻ ക്രോപ്പ് ഉണ്ട്, ഫീൽഡ് ക്രോപ്പ് ഉണ്ട്. ഗാർഡൻ അതായത് സ്മാൾ സ്കെയിലിൽ നമുക്ക് പോകാൻ പറ്റുന്നതൊക്കെ ഗാർഡൻ ക്രോപ്പിൽ വരും. ഈ പ്ലാന്റേഷൻ ആണെങ്കിലോ പേര് പോലെ തന്നെ ലാർജ് സ്കെയിലായിട്ട് എസ്റ്റേറ്റിൽ ഒരു പെരീനിയൽ നേച്ചറുള്ള ക്രോപ്സിനെയൊക്കെ പ്ലാന്റേഷൻ ക്രോപ്സിന്റെ കൂട്ടത്തിൽ വരും. ടീ, കോഫി, കൊക്കോ, റബ്ബറൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇനി ഫീൽഡ് ക്രോപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി സീസണൽ ആയിട്ടുള്ള ക്രോപ്സ്, റൈസ്, വീറ്റ്, കോട്ടൺ, ഇതൊക്കെ ഫീൽഡ് ക്രോപ്സിൽ വരും. ഇനി പ്ലേസ് ഓഫ് ഒറിജിൻ വെച്ചിട്ടാണ് ഈ നേറ്റീവ് ആൻഡ് എക്സോട്ടിക്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം എക്സോട്ടിക് എന്ന് പറയുമ്പം നമ്മുടെ നാട്ടില് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ളത്, അതായത് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ളവയാണ് എക്സോട്ടിക് അഥവാ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. ഇനി വന്നിട്ട് നേറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടായിരിക്കും, ആ ഒരു വിത്തിൻ ജോഗ്രഫിക്കൽ ലിമിറ്റ്സിലായിരിക്കും ഇവരെ കാണപ്പെടുന്നത്. ഉദാഹരണത്തിന് റൈസ്, ബ്ലാക്ക് ഗ്രാം, അതുപോലെ തന്നെ കോട്ടൺ, ഇതൊക്കെ കുറെ ഇതൊക്കെ ഇന്ത്യൻ ഒറിജിൻ ആണ്, അതായത് നേറ്റീവ് ടു ഇന്ത്യ ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രോപ്സ് എങ്കിലും അതിന്റെയൊക്കെ ഒറിജിൻ എവിടെയാണ്. ഫോർ എക്സാമ്പിൾ മെയ്സിന്റെ ഒറിജിൻ ഏത് രാജ്യമാണ്? മെക്സിക്കോ. ടപ്പിയോക്കയുടെ ഒറിജിൻ ഏത് രാജ്യമാണ്? അങ്ങനെ ഒന്ന് നമ്മൾ റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു ഒറിജിനിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് ബൊട്ടാനിക്കൽ അഥവാ ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലീസ്, ഏതൊക്കെ ക്രോപ്സ് ഏതൊക്കെ ഫാമിലിയിൽ വരുന്നു. പ്രത്യേകിച്ച് ഹോർട്ടിക്കൾച്ചർ, അഗ്രോണമിയുടെ കേസിൽ എല്ലാ ക്രോപ്സിന്റെയും ഫാമിലി നമ്മൾ അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സിറിയൽസിന്റെ കേസൊക്കെ പറയുമ്പോൾ നമുക്കറിയാം പൊയേസിയ ഫാമിലി, ഗ്രാമിനെ ഫാമിലി, ഗ്രാസ് ഫാമിലിയിൽ വരുന്ന ആൾക്കാരാണ് സിറിയൽസ്, മില്ലറ്റ്സ് ഒക്കെ. ഓക്കെ, തെറ്റിക്കല്. മില്ലറ്റ്സും ഏതാണ് ഫാമിലി വരുന്നത്? ഗ്രാമിനെ അഥവാ പൊയേസിയ ഫാമിലിയാണ്. ഇനി ലെഗുമിനേസിയ ഫാമിലി അഥവാ പാപ്പിലോനേസിയ ഫാമിലിയിൽ വരുന്നതാണ് പൾസസ് ഒക്കെ. പിന്നെ നമ്മുടെ വെജിറ്റബിൾ ക്രോപ്സിന്റെ ഫാമിലിയൊക്കെ പഠിക്കുക. കോട്ടന്റെ ഫാമിലി മാൽവേസി ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അസ്റ്ററേസിയയിൽ ആരൊക്കെ വരുന്നുണ്ട്? യൂഫോബേസിയയിൽ ആരൊക്കെയാ? നമ്മുടെ കാസ്റ്റ്, ടപ്പിയോക്കെ ഒക്കെ യൂഫോർബേസിയ ഫാമിലിയിൽ വരുന്നതാണ്. കോൺവോൾവുലേസിയ ഫാമിലിയിൽ വരുന്നതാണ് സ്വീറ്റ് പൊട്ടറ്റോ. അങ്ങനെ അറിഞ്ഞിരിക്കുക. സിൻസിബറേസിയ ഫാമിലിയിലുള്ളതാണ് ജിഞ്ചർ ഒക്കെ. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ക്രോപ്പിന്റെ ഫാമിലിയിൽ നിന്ന് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നമ്മളൊന്ന് മനസ്സിൽ വെച്ച് പഠിക്കുക. പിന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ അഗ്രോണമി ബേസ്ഡിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എക്കണോമിക് അഥവാ അഗ്രേറിയൻ അഥവാ അഗ്രികൾച്ചർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സിറിയൽസ്, മില്ലറ്റ്സ്, ഓയിൽ സീഡ്സ് എന്ന് പറഞ്ഞാണ്. അപ്പൊ സിറിയൽസ് എന്ന് പറയുന്നത് വൺ സീഡഡ് ഫ്രൂട്ട് കാരിയോപ്സിസ് ഉള്ള ആൾക്കാരെയൊക്കെ, എഡിബിൾ ആയിട്ടുള്ള സ്റ്റാർച്ചി ഗ്രെയിൻ ഉള്ളവരെയൊക്കെ സിറിയൽസിന്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താം. ഇവിടെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്, ഇപ്പം സിറിയൽ എന്ന് പറയുന്ന വേർഡിന്റെ ഒറിജിൻ ഇത് വന്നിട്ട് സിറിസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്, വിച്ച് ഡിനോട്ട്സ് ഗോഡസ്. അതൊരു നമ്മുടെ റോമൻ ദേവതാ സങ്കല്പത്തിലാണ് ആ ഒരു പേര് ഒറിജിൻ ചെയ്ത് വന്നേക്കുന്നത്. ഇനി മില്ലറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെയാ സിറിയൽസിൽ നിന്ന് വ്യത്യാസമാകുന്നത്? അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരുപാട്
പോഷകം എൻറിച്ച്ഡ് ആയിട്ടുള്ള അഥവാ ഒരുപാട് ന്യൂട്രിയന്റ് എൻറിച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ വെള്ളത്തിന്റെ ഒരു പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇവര് സ്മോൾ ഗ്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ രണ്ട് തരത്തിലുണ്ട്, മേജറും മൈനറും. മേജർ എന്ന് പറയുന്ന സ്വർഗം, പേൾ മില്ലറ്റ്, ഫിംഗർ മില്ലറ്റ് ഒക്കെ മേജർ മില്ലറ്റ്സിന്റെ കൂട്ടത്തിൽ വരും. ഇനി മൈനർ മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ഫോക്സ് ടെയിൽ മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റ്, കോമൺ മില്ലറ്റ്, ബാണിയാർഡ് മില്ലറ്റ്, കോഡോ മില്ലറ്റ്, നമ്മൾ അതിനെ എത്രത്തോളം ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്നതിന്റെ ഒരു ബേസിസിലാണ് ഈ മേജർ മൈനർ പറഞ്ഞു പോകുന്നത്. ഇനി ഓയിൽ സീഡ്സിലേക്ക് വന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓയിൽ സീഡ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരണമെങ്കിൽ ആ ഒരു സീഡ് നമുക്ക് ഫാറ്റി എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സോ ഓയിലോ തരണം, അല്ലെ? അപ്പൊ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഓയിൽ സീഡ്സിന്റെ, അപ്പൊ നമ്മൾ നീംരാജ് സുണ്ടയും അരുൺ കത്തിയാനൊക്കെ വായിക്കുന്ന സമയത്ത് ഈ ഓയിലിന്റെ കണ്ടന്റ് കാണും ഓരോ മേജർ ക്രോപ്സിന്റെ മാത്രമെങ്കിലും ഓയിൽ കണ്ടന്റ് ശ്രദ്ധിച്ച് പഠിച്ചു പോവാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം സ്യൂഡോ സിറിയൽസ്, സിറിയൽ മില്ലറ്റ്. ഇതിന്റെ കൂടെ തന്നെ ഒരു പേരുണ്ട് സ്യൂഡോ സിറിയൽ. അപ്പൊ അവരെങ്ങനെയാണ് സിറിയൽ മില്ലറ്റ് എന്ന് പറയുന്ന ടേമിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നത്? സ്യൂഡോ സിറിയൽസിനെ വന്നിട്ട് കാണാനും അല്ലെങ്കിൽ ഇവരുടെ ഗുണമൊക്കെ ഏകദേശം സിറിയലിന്റെ പോലെ ഇരിക്കും. പക്ഷെ എങ്കിൽ ഇവിടെ ഫാമിലി വന്നിട്ട് സിറിയൽ ഫാമിലി അല്ല. അതായത് സിറിയൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഗ്രാമിനെ ഫാമിലി അല്ല. ഇവര് ഫോർ എക്സാമ്പിൾ ബക്ക് വീറ്റ്, ഇതൊക്കെ സ്യൂഡോ സിറിയൽ ആണ്. ഫാമിലി എന്തല്ല, ഈ പറഞ്ഞ പൊയേസി അഥവാ ഗ്രാമിനെ ഫാമിലി അല്ല. പക്ഷെങ്കിൽ ഇവരുടെ കുറെ കാര്യങ്ങളൊക്കെ, ഇവരെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ ഏകദേശം സിമിലർ ടു സിറിയൽസ് ആണ്. ഓക്കെ, ഇനിയാണ് പൾസസ്. അതും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പൾസസ്, ലെഗ്യൂംസ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് വരുന്നത്? എങ്ങനെയാണ് ആ ഒരു ക്രോപ്സ്, ആ ഒരു ടേം തമ്മിലുള്ള ഡിഫറൻസ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സി, പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡാണ്, ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ സീഡിനെയാണ് നമ്മൾ ഫുഡ് പർപ്പസിന് യൂസ് ചെയ്യുന്നതിനെയാണ് പൾസ് എന്ന് പറയുന്നത്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിച്ച് ആയിട്ടുള്ള ഡാലൊക്കെ ഉണ്ടാക്കാൻ ഇവര് നല്ല പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിരിക്കും. റെഡ് ഗ്രാം, ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ ഗ്രാം, കൗപ്പി, ഇവയൊക്കെ പൾസിൽ വരും. അത് എങ്ങനെയാണ് ലെഗ്യൂംസും പൾസസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലെഗ്യൂമിനേസിയ ഫാമിലിയിൽ വരുന്ന ആൾക്കാരൊക്കെ ലെഗ്യൂംസ് ആണ്. പക്ഷേങ്കിൽ ഇവരെല്ലാം പൾസ് ആണോ? അല്ല. ആ ലെഗ്യൂമിനേസിയ ഫാമിലിയിൽ തന്നെ പ്രോപ്പർ ആയിട്ട് ഈ ഡാൽ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ആ എൻറിച്ച്ഡ് ഇൻ പ്രോട്ടീൻ ആയിട്ടുള്ള ആൾക്കാരാണ് പൾസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഫീഡ് അഥവാ ഫോറേജ്. അപ്പൊ നമ്മൾ ഫോറേജ് ഫോർഡറിന്റെ ഡിഫറൻസ് പറഞ്ഞിരിക്കണം. സി, ഫോറേജ് എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡർ ടേം ആണ്. ഏത് വെജിറ്റേറ്റീവ് മാറ്റർ ആയിക്കോട്ടെ, അത് ഫ്രഷ്, പ്രിസർവ്ഡ്, അതുപോലെ തന്നെ ആനിമൽസിന്റെ ഫീഡ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നതിനൊക്കെ എന്തിന്റെ കീഴിൽ വരും? ഫോറേജിന്റെ കീഴിൽ. ബ്രോഡർ ടേം ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഹേ, സൈലേജ്, ഫോഡർ, ഇതൊക്കെ എന്തിന്റെ കീഴിലാണ് വരുന്നത്? ഈ ഫോറേജിന്റെ കീഴിലാണ് വരുന്നത്. പക്ഷേങ്കിൽ ഫോഡർ എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂസീവ്ലി നമ്മൾ ഈ ഒരു സാധനം കൾട്ടിവേറ്റ് ചെയ്യുന്നത്, നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? കാറ്റിലിന് കൊടുക്കാൻ വേണ്ടിയാ. അപ്പൊ അതാണ് ഫോറേജിന്റെയും ഫോഡറിന്റെയും വ്യത്യാസം. ഇനി ഫൈബർ ക്രോപ്സിന്റെ അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞ ഫൈബർ ഈൽഡ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ പഠിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്സ് ഓഫ് ഫൈബർ ക്രോപ്സ് ഉണ്ട്. സീഡ് ഫൈബർ ഉണ്ട്, സ്റ്റെം ഫൈബർ ഉണ്ട്, ലീഫ് ഫൈബർ ഉണ്ട്. ഇതിനൊക്കെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കാം. ഇനി അടുത്ത ഏതാന്ന് വെച്ചാൽ ഷുഗർ ആൻഡ് സ്റ്റാർച്ച് ക്രോപ്പ്. നമുക്കറിയാം ഏതൊക്കെയാണ് നമുക്ക് ഷുഗർ ഡെറൈവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, ഏതിൽ നിന്നൊക്കെയാണ് സ്റ്റാർച്ച് കിട്ടുന്നത്. അത് ഉദാഹരണത്തിന് നമുക്ക് സ്റ്റാർച്ചി പറയാം. പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, ടപ്പിയോക്കെ സ്റ്റാർച്ചി ഫുഡ് അല്ലെ. നേരെ മറിച്ച് ഷുഗർ കെയിൻ, ഷുഗർ ബീറ്റ് ഒക്കെ ഷുഗർ ക്രോപ്സ് ആണ്, അല്ലെ? ഇനി ഇത് ക്രോപ്സ് പഠിക്കുമ്പോൾ അതിന്റെയൊക്കെ സയന്റിഫിക് നെയിമും നമുക്ക് നല്ലൊരു ധാരണ വേണം കേട്ടോ. ഇനി സ്പൈസസ് ആൻഡ് കോണ്ടിമെന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ക്രോപ്പ് പ്ലാന്റ്സിനെയാണ് നമ്മൾ സീസൺ ചെയ്യാൻ, ഫ്ലേവറിന് വേണ്ടി, ടേസ്റ്റിന് വേണ്ടിയൊക്കെ ആഡ് ചെയ്യുന്നത്? ഇത് നമ്മൾ ഒരു ഹോർട്ടിക്കൾച്ചർ കൂടുതലായിട്ട് വരുന്നതാണ്. പക്ഷെ അറിഞ്ഞിരിക്കുക, സ്പൈസസ് ആൻഡ് കോണ്ടിമെന്റ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. പിന്നെ ഡ്രഗ് ക്രോപ്സ് അഥവാ മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറയുന്ന ടൊബാക്കോ, മിന്റ് ഒക്കെ ഇതിനകത്ത് വരും. പിന്നെ നർക്കോട്ടിക്സ്, ഫ്യൂമിറ്ററീസ്, മസ്റ്റിക്കേറ്ററീസ് എന്നൊക്കെ പറയുന്നവർ നമുക്കൊരു സ്റ്റിമുലേഷന് വേണ്ടി, നമ്മൾ ഫോർ എക്സാമ്പിൾ ഗഞ്ച, അതുപോലെ ടൊബാക്കോ ഒക്കെ ഈ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ വരും. ഈ ബിവറേജസിലേക്ക് വന്നാൽ നമ്മൾ കുറച്ച് ആദ്യമൊക്കെ നമുക്ക് ബിവറേജ് എന്ന് പറയുമ്പോൾ ടീ, കോഫി ഒക്കെ ബിവറേജിൽ വരുമോ എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലെ? പക്ഷെങ്കിൽ ദീസ് ആർ കൺസിഡേർഡ് ആസ് സ്റ്റിമുലൻസ്. നമുക്കൊരു സ്റ്റിമുലേഷൻ തരുന്ന ആൾക്കാരായതുകൊണ്ട് ഇവ എന്തിനകത്ത് വരും? ബിവറേജിനകത്ത് വരും. ഓക്കെ, ഈവൻ നമ്മുടെ കൊക്കോ ഇല്ലേ, ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന, അതും എന്തിനകത്ത് വരും? ബിവറേജിൽ വരും.
ഇനി സീസണൽ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തെ സംബന്ധിച്ച് 3 ക്രോപ്പ് സീസൺ ആണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഖാരിഫും റാബിയാണ്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ വെജിറ്റബിൾ ക്രോപ്സ് വരുന്ന ഒരു സീസൺ ആണ് സമ്മർ ക്രോപ്സ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഖാരിഫ് എന്ന് പറയുന്ന ക്രോപ്സ് ഏതൊക്കെ വരുമെന്ന് അറിയാം. ഇപ്പൊ റൈസ് നമുക്കറിയാം, അത്യാവശ്യം ഒരു ചൂടൊക്കെ വേണ്ട അങ്ങനെ ആലോചിക്കാം. മീൻസ് നോർത്ത് നമ്മുടെ ഒരു ക്ലൈമറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. പിന്നെ അതിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ വെച്ച് മനസ്സിലാക്കുക. ഖാരിഫും റാബിയുമാണ്. ഖാരിഫ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ടു സെപ്റ്റംബർ ഒക്ടോബർ ആണ്. റാബി എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് മൺസൂൺ സീസൺ ആണ്. മൺസൂൺ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ തണുപ്പ് സമയത്തേക്ക് വരുന്ന ആൾക്കാരാണ് റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ആൾക്കാരാണ് സെയ്ദ് അഥവാ സമ്മർ ക്രോപ്സ് എന്ന് പറയുന്നത്. ഇത് മറ്റേ സീസൺ തീരുമ്പോൾ, അതായത് ജനുവരി ഫെബ്രുവരിയോടെ നമ്മുടെ റാബി സീസൺ തീരുന്ന സമയത്ത് ഖാരിഫിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിൽ നമ്മൾ ക്രോപ്സിനെ ഗ്രോ ചെയ്യുന്നതിനെയാണ് ആ ഒരു പെർട്ടിക്കുലർ സീസൺ ആണ് സെയ്ദ് ക്രോപ്പ് അഥവാ സമ്മർ ക്രോപ്സ് പോകുന്നത്. ക്ലിയർ ആയോ? ഇനി ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സോ അഗ്രോണമിക് ക്രോപ്സോ ഒക്കെ ചോദിക്കാം ലൈഫ് സൈക്കിൾ ബേസ് ചെയ്തിട്ട്. ജനറലി ലൈഫ് സൈക്കിൾ ബേസ് ചെയ്തിട്ട് 3 ക്ലാസിഫിക്കേഷൻ ആണ്: ആനുവൽ ക്രോപ്സ്, ബൈനിയൽ ക്രോപ്പ്, പെരീനിയൽ ക്രോപ്സ്. നോക്കിക്കേ, ആനുവൽ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ആനുവൽ നമുക്കറിയാം എന്ത് കാര്യം ആനുവൽ, വാർഷികം അല്ലെ, ഒരു വർഷവുമായിട്ടുള്ള ഒരു സീസണും ബന്ധപ്പെടുത്തി ക്രോപ്സ് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ലൈഫ് സൈക്കിള് കറക്റ്റ് ആയിട്ട് അതൊരു പെർട്ടിക്കുലർ സീസണിലോ ഒരു വർഷത്തിലോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനെ ആരെന്ന് പറയുന്നു? ആനുവൽ ക്രോപ്സ് എന്ന് പറയുന്നു. വീറ്റ്, റൈസ്, മെയ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇനി ബൈനിയൽ ക്രോപ്പിലേക്ക് വന്നാൽ ഇവരുടെ പ്രത്യേകത 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സീസൺസ് ഇവർക്ക് ലൈഫ് സ്പാൻ ഉണ്ട്. അഥവാ ഇവർ ഈ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ 2 കോൺസിക്യൂട്ടീവ് സീസണിലായിരിക്കും. ഒരു സീസണിൽ എൻറ്റയർലി ഇവർക്ക് വെജിറ്റേറ്റീവ് ഗ്രോത്ത് ആണെങ്കിൽ രണ്ടാമത്തെ സീസണിലായിരിക്കും ഇവർ എന്തിലേക്ക് കടക്കുന്നത്? റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലേക്ക് കടക്കുന്നത്. ഇതിന് എക്സാമ്പിൾസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഓർക്കുക, ക്യാരറ്റ്, റാഡിഷ്, ബീട്രൂട്ട് ഇവരൊക്കെ ബൈനിയൽ ക്രോപ്സ് ആണെന്ന് അറിഞ്ഞിരിക്കാം. ഇനി പെരീനിയൽ ക്രോപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് സൈക്കിള് 3 അതിൽ കൂടുതലോ വർഷം, 2 അതിൽ കൂടുതലോ എന്ന് നമുക്ക് പറയാം. അതായത് 2 വർഷം വരെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ആരായി? ബൈനിയൽ ക്രോപ്പ് ആയി. ഇനി അതിൽ കൂടുതൽ നിൽക്കുമ്പോൾ ആരാണ്? അത് പെരീനിയലിലേക്ക് വന്നു. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ് ബെയറിംഗ് ആകാം, നോൺ സീഡ് ബെയറിംഗ് ആകാം. ഇവർക്ക് എക്സാമ്പിൾ വരുന്നത് ഷുഗർ കെയിൻ, നേപ്പിയർ ഗ്രാസ്. ഷുഗർ കെയിൻ ഒക്കെ നല്ലൊരു ഒരു ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്പാൻ വരുന്ന ഒരാളാണ്. ഒരു വർഷത്തിന് മുകളിലൊക്കെ ലൈഫ് സ്പാൻ പോണ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് പെരീനിയൽ ക്രോപ്പ്. പിന്നെ ഇതിന്റെ ഒരു റട്ടൂൺ ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാം, അത് കുറെ നാളിങ്ങനെ റട്ടൂൺ ക്രോപ്പ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ അതിന്റെ ബേസിസിലാണ് പെരീനിയൽ ക്രോപ്പ് ആയിട്ട് ഷുഗർ കെയിനെ പറയുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ ജനറലി നമ്മൾ പെരീനിയൽ ക്രോപ്സിന്റെ കേസ് പറയുമ്പോൾ 30 മാസത്തിൽ കൂടുതൽ വരെ ലാൻഡിനെ ഒക്കുപ്പൈ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഈ പെരീനിയൽ ക്രോപ്സ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാമോഫൈറ്റ്സ്, ലിത്തോഫൈറ്റ്സ്, ചാസ്മോഫൈറ്റ്സ്, അസിഡോഫൈറ്റ്സ്, ബാസോഫൈറ്റ്സ്, കാൽസിഫൈറ്റ്സ്, ഹാലോഫൈറ്റ്സ്. അപ്പം ഇവിടെ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഇത് എന്താണ്, ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാൽസിഫൈറ്റ്സ്, ദോസ് ക്രോപ്സ് ലവ് ഇൻ ഗ്രോയിങ് അണ്ടർ ഈ ഒരു സ്പെസിഫിക് കണ്ടീഷൻ. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഫൈറ്റ്സ്, ഇഷ്ടമുള്ള ആൾക്കാർ, അതിന്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാൻഡി സോയിൽ ഇഷ്ടമുള്ള ആൾക്കാർ സാമോഫൈറ്റ്സ് ആണ് നോക്കുക. റോക്കിന്റെ സർഫസ് ഇത് തെറ്റാറുണ്ട് കേട്ടോ. ലിത്തോഫൈറ്റ്സും ചാസ്മോഫൈറ്റ്സും കൂടെ പലപ്പോഴും തിരിഞ്ഞു പോകാറുണ്ട്. ലിത്തോഫൈറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്ക് സർഫസിൽ വളരുന്ന ആൾക്കാരാണ് ലിത്തോഫൈറ്റ്സ്. ചാസ്മോഫൈറ്റ്സ് എന്താന്ന് വെച്ചാൽ റോക്കിന്റെ ക്രാക്കുകളിൽ വളരാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് ചാസ്മോഫൈറ്റ്സ്. പൊട്ടറ്റോ ഒക്കെ എക്സാമ്പിൾ ആണ്. ഇനി ആൽക്കലി ടൈപ്പ് സോയിലൊക്കെ വളരാൻ താല്പര്യമുള്ള ആൾക്കാരാണ് ഈ പറയുന്ന റൈസ് ഒക്കെ. അപ്പൊ നമ്മുടെ POPയിലൊക്കെ ഒന്ന് പോയിട്ട് റൈസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള pH എത്രയാണെന്ന് ഒന്ന് ഓർത്തെടുത്തേ. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലത്തുള്ള കുഞ്ഞു കുഞ്ഞു പോയിന്റുകൾ നമുക്ക് ആൻസർ ഞാൻ എന്തായാലും പറയുന്നില്ല, ബിക്കോസ് ഇത് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ, ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളൊന്ന് ഒരു കുട്ടി റിവിഷൻ ആയിട്ട് ഈ ഒരു ക്ലാസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ റൈസിന്റെ pH, റൈസ് ആൽക്കലി സോയിൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ആൽക്കലയിലേക്കായിരിക്കും റൈസിന്റെ pH വരുന്നത്. POPയിലേക്ക് ചെല്ലുക. ഒരു ക്ലൂ തരാം, 5 ആണ് ഈ പറയുന്ന റൈസിന്റെ pH എന്ന് ഓർക്കുക. ഇനി ഹാലോഫൈറ്റ്സ്, ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാണ്ട്. സലൈൻ സോയിലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഷുഗർ ബീറ്റ്, ആൽഫ ഒക്കെ അതിനെന്താണ്? എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനിയാണ് ഇമ്പോർട്ടന്റ് യൂസസ് ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ക്യാച്ച് ക്രോപ്പ്, കണ്ടിജന്റ് ക്രോപ്പ് എന്ന് പറയുന്നത്. പലപ്പോഴും പലർക്കും തിരിഞ്ഞു പോകുന്നതാണ് ക്യാച്ച് ക്രോപ്പും ട്രാപ്പ് ക്രോപ്പും.
ക്യാച്ച് ക്രോപ്പിന് തന്നെ മറ്റൊരു പേരുണ്ട്, കണ്ടിജന്റ് ക്രോപ്പ്. ഇവരെങ്ങനെയാന്ന് വെച്ചാൽ ഞാനൊരു മെയിൻ സീസണിൽ ഞാനൊരു ക്രോപ്പിനെ നട്ടു വളർത്തി, ഓക്കെ. പക്ഷെങ്കിൽ എനിക്കത് എന്ത് പറ്റി, ഫെയിൽ ആയിപ്പോയി. അപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട എന്റെ റിസോഴ്സ്, ലേബർ, ഞാൻ ഇട്ടേക്കുന്ന ഫെർട്ടിലൈസർ, എന്റെ ടൈം എല്ലാം ഇൻവെസ്റ്റ് ചെയ്താണ് ഞാൻ എന്ത് ചെയ്തത്, ഒരു മെയിൻ ക്രോപ്പിനെ ഇട്ടത്. പക്ഷെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ ചതിച്ചു കഴിഞ്ഞാൽ, അതെങ്കിലും വെതർ കണ്ടീഷൻ ഒക്കെ മോശമായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമ്മുടെ ക്രോപ്പിന് കിട്ടണമെന്നില്ല. അപ്പൊ നമ്മുടെ ക്രോപ്പ് എന്തിലേക്ക് വീഴും, ഫെയിലിയറിലേക്ക് വീഴും. ഇത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഡ്യൂറേഷൻ, ക്വിക്ക് ഗ്രോയിങ് ആയിട്ടുള്ള, നമുക്ക് ഫീൽഡ് ഡ്യൂറേഷൻ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള, ആ പർട്ടിക്കുലർ സീസണിലും ആ പെർട്ടിക്കുലർ മാനേജ്മെന്റ് പ്രാക്ടീസിലും സോയിൽ കണ്ടീഷനിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ആളെയാണ് ക്യാച്ച് ക്രോപ്പ് എന്ന് പറയുന്നത്. ജനറലി നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ പറയുന്ന ലെഗ്യൂമിനസ് ഫാമിലിയിലുള്ള, ലെഗ്യൂമിനേസിയ ഫാമിലിയിലുള്ള ആളുകളാണ്. പൾസസ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്, ഗ്രീൻ ഗ്രാം, ബ്ലാക്ക് ഗ്രാം, കൗപ്പി ഒക്കെ ഈ പറഞ്ഞ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ. അത് കൂടാതെ ഷോർട്ട് ഡ്യൂറേഷൻ ആയിട്ടുള്ള അണിയൻ, കൊറിയാൻഡർ, ബാജ്ര. ബാജ്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അഡ്വേഴ്സ് കണ്ടീഷനിൽ വളർന്നു വരാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ഈ ബാജ്ര എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് റീസ്റ്റോറേറ്റീവ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, പേര് കേൾക്കുമ്പോൾ തന്നെ വലിയ പ്രശ്നമില്ല ഓർത്തിരിക്കാൻ, അല്ലെ? നല്ല ഈൽഡൊക്കെ തരും, പക്ഷേങ്കിൽ ഒരു വേറൊരു ഗുണവും കൂടെ ഉണ്ട്. സോയിലിന്റെ ഫെർട്ടിലിറ്റി എൻറിച്ച് ചെയ്യുക, റീസ്റ്റോർ ചെയ്ത് നിർത്തുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു ക്രോപ്പിന്റെ പ്രത്യേകതയാണ്. ഇവരെങ്ങനെ റീസ്റ്റോർ ചെയ്യുമെന്ന് നമുക്കറിയാം. ഇവരെങ്ങനെയാ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഒക്കെ ഫിക്സ് ചെയ്യും. അത് മാത്രമല്ല, ഇവരുടെ ലീവ്സ് ഒക്കെ റൈപ്പണിങ് സമയമാകുമ്പോൾ ലീവ്സിനെയൊക്കെ എന്ത് ഷെഡ് ചെയ്ത് വിടും. ആ ഒരു ലീവ്സ് സോയിലിൽ വന്ന് വീഴുന്നതിന്റെ ഭാഗമായിട്ട് സോയിലിന്റെ കണ്ടീഷൻ എന്ത് ചെയ്യും, മെച്ചപ്പെടും. ഉത്തമ ഉദാഹരണം ലെഗ്യൂംസ് ആണ്. ഇനി അടുത്ത ഒരാളാണ് എക്സോസ്റ്റീവ് ക്രോപ്സ്. നേരെ തിരിച്ച്, റീസ്റ്റോറേറ്റീവ് എന്ത് ചെയ്യുന്നു അതിന് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇവരെ ഒരു തവണ ഫീൽഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ മാക്സിമം ഫീൽഡിലെ ന്യൂട്രിയൻസിനെ വലിച്ചെടുത്ത് ഫീൽഡിനെ എക്സോസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ എക്സോസ്റ്റീവ് ക്രോപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ജിഞ്ചലി, ബ്രിഞ്ചാൾ, ലിൻസീഡ്, സൺഫ്ലവർ, സിറിയൽസ് ഒക്കെ നമ്മൾ ഈ പറയുന്ന എക്സോസ്റ്റീവ് ക്രോപ്സ് ആയിട്ട് പറയാറുണ്ട്. ഇനി അടുത്ത ആൾക്കാരാണ് പൈറ ക്രോപ്പ് അഥവാ റെസിഡ്യൂൽ ക്രോപ്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഫീൽഡിൽ ഒരു സ്റ്റാൻഡിങ് ക്രോപ്പോ ഒരു മെച്യൂർ ക്രോപ്പോ ഉണ്ട്. ഇവരൊക്കെ ഹാർവസ്റ്റിന് തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ മറ്റേവരെ എവിടെ എത്തി, അത് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ അതിന്റെ ഒരു റൈപ്പണിങ് സ്റ്റേജ് അല്ലെങ്കിൽ മെച്യൂർ സ്റ്റേജിലെത്തി. ഇവര് ഹാർവസ്റ്റ് ചെയ്യുന്നതിന് ഒരു ആഴ്ച അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സ് ബിഫോർ നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു ക്രോപ്പിനെ വിതയ്ക്കും. അതാണ് പൈറ അഥവാ റെസിഡ്യൂൽ ക്രോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ജനറലി ഈ പറയുന്ന ഒരു സ്റ്റാൻഡിങ് ക്രോപ്പ് കാണും, പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്രോപ്പിനെ എന്ത് ചെയ്യും, സോ ചെയ്യും. അത് സോ ചെയ്യുന്നത് ഈ സ്റ്റാൻഡിങ് ക്രോപ്പ് അതിന്റെ ഹാർവസ്റ്റ് സ്റ്റേജിലേക്ക് അടുക്കുന്ന സമയത്തായിരിക്കും. നമ്മൾ എപ്പോഴും പൈറ ക്രോപ്പ് സക്സഷൻ ആയിട്ട് വരുമ്പോൾ അത് ഒരു റിലേ ക്രോപ്പിങ്ങിന് എക്സാമ്പിൾ. രണ്ടിന്റെയും കോൺസെപ്റ്റ് ഏകദേശം സിമിലർ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയാം, നമ്മളോട് വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, പൈറ ക്രോപ്സ് ഇൻ സക്സഷൻ എന്താണ്, റിലേ ക്രോപ്പിംഗ് ആണെന്ന് അറിയുക. ഓക്കെ. ഇനി അടുത്ത ആൾക്കാരാണ് സ്മൂത്തർ ക്രോപ്സ് എന്ന് പറയുന്നത്. ഈ സ്മൂത്തർ ക്രോപ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് വീഡ് ഗ്രോത്തിനെ സപ്രസ് ചെയ്യുക, വീടിന് നല്ല സഫോക്കേഷൻ കൊടുക്കുക, അതായത് വീടിനെ അങ്ങ് ശ്വാസം മുട്ടിക്കണം. അതാണ് സ്മൂത്തർ ക്രോപ്സിന്റെ. ഇവരെന്ത് ചെയ്യണം, നമ്മുടെ ക്രോപ്സിനെ, മെയിൻ ക്രോപ്പിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. അതല്ലെങ്കിൽ ഇവര് മാത്രമേ ഫീൽഡിലുള്ളെങ്കിൽ ഇവരെന്ത് ചെയ്യണം, വീഡ്സിനെ സപ്രസ് ചെയ്ത് ഇവർ നന്നായിട്ട് കയറി വരുന്ന ആൾക്കാരായിരിക്കണം. നല്ലൊരു എക്സാമ്പിൾ ആണ് മസ്റ്റാർഡ്, കൗപ്പി ഒക്കെ. ഓക്കെ. ഈ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്വിക്ക് ആയിട്ടുള്ള ഗ്രോയിങ് എബിലിറ്റി, ഹെവി ടില്ലറിങ്, ബ്രാഞ്ചിങ് ഒക്കെയാണ്. ഇനി കവർ ക്രോപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പോലെ തന്നെ സോയിലിൽ ഒരു പ്രൊട്ടക്റ്റീവ് കവർ ആയിട്ട് കിടക്കുക, അതിന്റെ ഫലമായിട്ട് സോയിലിനെ ഇറോഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് കവർ ക്രോപ്സ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് നട്ട്, ബ്ലാക്ക് ഗ്രാം, സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ കവർ ക്രോപ്സിന് എക്സാമ്പിൾ ആണ്. ഇനി നേഴ്സ് ക്രോപ്സിലേക്ക് വന്നാൽ ഇതൊരു കമ്പാനിയൻ ക്രോപ്പാണ്. ഇതിന്റെ ഉദ്ദേശം എന്താ, നേഴ്സ് ചെയ്യുക, അതായത് മെയിൻ ക്രോപ്പിനെ നറിഷ് ചെയ്യുക എന്നൊരു ഉത്തരവാദിത്തമാണ് ഈ നേഴ്സ് ക്രോപ്പ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നറിഷ് ചെയ്യുന്നത്, നൈട്രജൻ ഫിക്സേഷൻ വഴി, ഓർഗാനിക് മാറ്റർ സോയിൽ ആഡ് ചെയ്യുന്നത് വഴിയൊക്കെയാണ് ഇവര് നറിഷ് ചെയ്യുന്നത്. ഇതിനും നല്ലൊരു എക്സാമ്പിൾ ആണ് കൗപ്പി എന്ന് പറയുന്നത്. കൗപ്പി സിറിയൽസുമായിട്ടൊക്കെ ഇന്റർക്രോപ്പ് ചെയ്ത് വിടുന്ന അവസ്ഥ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഗാർഡ് ക്രോപ്സ്, ബാരിയർ ക്രോപ്സ് അഥവാ ബോർഡർ ക്രോപ്സ് എന്ന് പറയുന്നത്. ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ക്രോപ്പിനെ
ഈ പറയുന്ന ടെസ്പ്രാസിൽ നിന്നോ വിൻഡ് ഒരുപാട് കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ ക്രോപ്പിന് ഡാമേജ് ഒന്നും ഇല്ലാതെ ഒരു ബാരിയർ ആയിട്ട് പ്രൊട്ടക്ട് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ബോർഡർ ക്രോപ്സ്. എപ്പോഴും ഈ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ മെയിൻ ക്രോപ്പ് സെൻട്രിൽ കാണും, എന്നിട്ട് സറൗണ്ട് ചെയ്ത് ആര് കാണും? ഈ പറയുന്ന ബോർഡർ ക്രോപ്സ് കാണും. എക്സാമ്പിൾ പറഞ്ഞ മെസ്റ്റ എന്നൊക്കെ പറഞ്ഞ ഒരു തോണി ടൈപ്പ് ആണ്. അപ്പൊ ഇവര് ഷുഗർ കെയിൻ്റെ ഇടയ്ക്ക് ആരായിട്ട് ആക്ട് ചെയ്യും? ബാരിയർ ക്രോപ്പ് അഥവാ ബോർഡർ ക്രോപ്പ് ആയിട്ട് ആക്ട് ചെയ്യും. സ്വർഗം അറൌണ്ട് കോട്ടൺ, സാഫ്ലവർ അറൌണ്ട് ഗ്രാമൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പം നമ്മൾ ലാസ്റ്റ് ഇത് ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ഓരോന്നിന്റെ വ്യത്യാസങ്ങളും ഓരോന്നിന്റെ ഒബ്ജക്റ്റീവും അറിഞ്ഞിരിക്കണം. കവർ ക്രോപ്പും മൾച്ച് ക്രോപ്പും സ്മൂതർ ക്രോപ്പ് തമ്മിലുള്ള വ്യത്യാസം. കവർ എന്താണ് പ്രത്യേകത? ഇറോഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഇറോഷനെതിരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. മൾച്ച് ക്രോപ്പ് മോയ്സ്ചർ കൺസർവേഷൻ ആണ്. സ്മൂതർ ക്രോപ്സ് വന്നിട്ട് വീഡ്സിനെ സപ്രസ് ചെയ്യുന്നു. കേൾക്കാൻ എല്ലാം ഒരേപോലെ ഇരിക്കുമെങ്കിലും ഇവരുടെ ഒബ്ജക്റ്റീവ് വന്ന് ഡിഫറെന്റ് ആണ്. അടുത്തതാണ് ട്രാപ്പ് ക്രോപ്പ് അഥവാ ഡീകോയ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാംഫുൾ ആയിട്ടുള്ള പാരസൈറ്റിക് വീഡ്സിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അഥവാ വീഡ്സ് മാത്രമല്ല ഏത് ടൈപ്പ് ആയിട്ടുള്ള പെസ്റ്റുകളെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ട്രാപ്പ് ക്രോപ്പ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രൗണ്ട് നട്ട് ഒക്കെ എന്തായിട്ട് ആക്ട് ചെയ്യും? കാസ്റ്ററിൽ, നമ്മുടെ കോട്ടണിലെ കാസ്റ്റർ, അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ട് ഒക്കെ ആർമി വേമിനെ എന്ന് പറഞ്ഞ പെസ്റ്റിനെ ട്രാപ്പ് ചെയ്യാനുള്ള ട്രാപ്പ് ക്രോപ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാപ്പ് ക്രോപ്പിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യില്ല, ഹാർവസ്റ്റ് ചെയ്ത് എടുക്കത്തൊന്നുമില്ല. പകരം ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം കഴിഞ്ഞുവെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ ടില്ലേജ് വെച്ചോ കെമിക്കൽ വെച്ചിട്ടോ അടിച്ചിട്ടോ എന്ത് ചെയ്യും? ഇവരെ എൻറ്റയർലി ഡിസ്ട്രോയ് ചെയ്യും. അങ്ങനെ ഒരു സ്വയം ത്യാഗം സഹിച്ചിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ട്രാപ്പ് ക്രോപ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ട്രാപ്പ് ക്രോപ്പിന്റെ മറ്റൊരു പേരാണ് ഡീകോയ് ക്രോപ്പ് എന്ന് പറയുന്നത്. നെമറ്റോഡ്സിനെയൊക്കെ നമ്മുടെ സൊളനീഷ്യ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരെന്ത് ചെയ്യാറുണ്ട്? ട്രാപ്പ് ക്രോപ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട് നെമറ്റോഡ്സിന്റെ ഒക്കെ കേസിൽ. ഇനിയാണ് ഓഗ്മെന്റിംഗ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഓഗ്മെന്റിംഗ് ക്രോപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ക്രോപ്പിന്റെ ഈൽഡിനെ സപ്ലിമെന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഓഗ്മെന്റിംഗ് ക്രോപ്സ് എന്ന് പറയുന്നത്. മസ്റ്റാർഡ്, ക്യാബേജ് ഒക്കെ ബർസീമിന്റെ കേസിൽ എന്ത് ചെയ്യാറുണ്ട്? ബർസീമിന്റെ ഫോറേജ് ഈൽഡ്, ബർസീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറേജ് ക്രോപ്പ് ആണ്, മനസ്സിലായോ? നമ്മുടെ കിങ് ഓഫ് ദ ഫോഡർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ബർസീം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫോറേജ് ഈൽഡ് കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? മസ്റ്റാർഡ് അഥവാ ക്യാബേജ്. അപ്പൊ നമ്മളോട് ആരെങ്കിലും ചോദിക്കുക, അപ്പൊ മസ്റ്റാർഡിന്റെ ക്യാബേജിന്റെ ലക്ഷ്യം എന്താണ് ബർസീമിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ബർസീമിന്റെ ഈൽഡ് കൂട്ടുക എന്നതാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് ഓർക്കുക. ഇനിയാണ് അടുത്തൊരു ആൾക്കാർ അലേ ക്രോപ്പ്. അലേ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഏത് എയറബിൾ ക്രോപ്സ് ആണോ നമ്മുടെ ട്രീസ് ഒക്കെ വളർത്തി അതായത് വലിയ വലിയ ട്രീസ് ഒക്കെ നിൽക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് പാസേജുകളോ അലേ കാണും, അല്ലെ? അതിന്റെ ഇടയ്ക്ക് സ്പേസ് കാണും. അപ്പൊ ഈ സ്ഥലത്ത് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നതിനെയാണ് അലേ ക്രോപ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഉദ്ദേശം എന്താ? സോയിൽ ഫെർട്ടിലിറ്റി റീസ്റ്റോർ ചെയ്യാൻ പറ്റണം, സോയിലിന്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യണം, സോയിൽ എറോഷൻ കുറയ്ക്കണം, അതുപോലെ തന്നെ നോൺ ട്രെയിലിംഗ് ആയിരിക്കണം, ഷെയ്ഡ് ടോളറൻസ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവണം. ഓക്കെ, അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൾസസ്, നമ്മൾ കെഷുറീന ക്രോപ്സിന് ഇടയ്ക്കൊക്കെ പൾസസ് വളർത്തുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? എയറബിൾ ക്രോപ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ വീണ്ടും ശ്രദ്ധിക്കുക, എന്താണ് ലേ ക്രോപ്പ്, വെയർ ക്രോപ്സ്? ഇതൊക്കെ നമ്മൾ ഇതിപ്പോ ഞാൻ അഗ്രോണമി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. എന്താണ് ലേ ക്രോപ്പ്? ലേ ക്രോപ്സ് എന്താണ്? മനസ്സിൽ വന്നോ എന്താണ് ലേ ക്രോപ്സ്? എന്താന്ന് വെച്ചാൽ ഗ്രാസ് ലെഗ്യൂം മിക്സ്ചർ, അതൊരു റൊട്ടേഷനിൽ പോകുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലേ ഫാമിംഗ് അഥവാ ലേ ക്രോപ്സ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഇനി വെയർ ക്രോപ്സ് എന്താണ്? വെയർ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വെയർ ഹൗസിലൊക്കെ നമ്മൾ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്നത്, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. പൊട്ടറ്റോ ഒക്കെ വെയർ ക്രോപ്പിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇനി വേറൊന്നാണ് റിപ്പയറിംഗ് ക്രോപ്സ് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് ഒരു എക്സാമ്പിൾ ആണ്. റിപ്പയറിംഗ് ക്രോപ്സ് എന്നത് വാട്ടർ ചാനൽസിനെ ലവ് ചെയ്യുന്ന ആൾക്കാർ, വാട്ടറി കണ്ടീഷൻസിൽ വളരുന്ന ആൾക്കാർ. നല്ലൊരു റിപ്പയറിംഗ് ക്രോപ്പിന് എക്സാമ്പിൾ ഒന്ന് ഓർത്തെടുത്തേ. നമ്മുടെ POP ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ബഫല്ലോ ഗ്രാസ് എന്ന് പറയുന്ന പാരാഗ്രാസ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് വാട്ടർ ലോഗ്ഡ് ആയിട്ടുള്ള വാട്ടർ ലവിങ് നേച്ചർ ആണ്. ഇനി ഫൗളിംഗ് ക്രോപ്പ് എന്ന് പറയുന്ന ഒരു ആളുണ്ട്. എന്താണ് ഫൗളിംഗ് ക്രോപ്പ്? ഫൗളിംഗ് ക്രോപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രോപ്പിന്റെ മാനേജ്മെന്റ് പ്രാക്ടീസസ് മൂലം ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇവര് വീടിന്റെ ഇൻഫെസ്റ്റേഷൻ കൂട്ടും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്?
ഫൗളിംഗ് ക്രോപ്സ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ഒന്ന് ആലോചിച്ചെടുക്കാൻ പറ്റൂ? ഫൗളിംഗ് ക്രോപ്സിന് എക്സാമ്പിൾ നമ്മുടെ ഡയറക്ട് സീഡഡ് റൈസ്, അതായത് നമ്മുടെ കരനെല്ല് അഥവാ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സീഡ് ചെയ്യുന്നത്, നമ്മൾ മറ്റു ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്തതൊക്കെ ഈ പറയുന്ന ഒരുപാട് വീടിനെ ഇൻഫെസ്റ്റേഷന് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ്. ഈ സപ്ലിമെന്ററി ക്രോപ്പും കോംപ്ലിമെന്ററി ക്രോപ്പും, കോംപ്ലിമെന്ററി പേര് പോലെ തന്നെ ഒന്നൊന്നിനെ സഹായിക്കും. സപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇമ്പാക്ട് ഒന്നും കാണത്തില്ല. അതാണ് ആ രണ്ട് ക്രോപ്സിന്റെ വ്യത്യാസം. ഇനി ഒരു ബ്രേക്ക് ക്രോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നമ്മുടെ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ അല്ലെ, അവിടെ നമുക്കറിയാം റൈസ് വീറ്റ് ക്രോപ്പിംഗ് സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പൊ ആ ഒരു ക്രോപ്പിംഗ് സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ക്രോപ്പ് കൊണ്ടുപോകും, ഏതെങ്കിലും ഒരു മില്ലറ്റിനെ കൊണ്ടുപോകുന്നു. ഇത് ബ്രേക്ക് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? വീഡ് ഇൻഫെസ്റ്റേഷൻ, ഒരേ പെസ്റ്റ് ഒക്കെ ഇൻഫെസ്റ്റേഷൻ ഒക്കെ ഒരു പ്രശ്നമാകും. റെഗുലർ ആയിട്ട് ഒരേ പെസ്റ്റ് തന്നെ വരും. ആ പെസ്റ്റിന് കണ്ടിന്യൂസ് ആയിട്ട് പെസ്റ്റിസൈഡ് അടിക്കുന്നതിന്റെ ഫലമായിട്ട് റെസിസ്റ്റൻസ് വരും. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് തടയാൻ വേണ്ടി വി ക്യാൻ ഗോ ഫോർ ബ്രേക്ക് ക്രോപ്പ്. പിന്നെ എക്സോസ്റ്റീവും റീസ്റ്റോറേറ്റീവും എന്താണെന്ന് നമുക്ക് അറിയാം. ഇനി നമുക്ക് ഗ്രോത്തിലേക്ക് വന്ന ഗ്രോത്ത് എന്താണ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സൈസിലോ വെയിറ്റിലോ ഉള്ള ഇൻക്രീസിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇത് ഒരു ടെമ്പററി ചേഞ്ച് അല്ല, പെർമനന്റ് ചേഞ്ച് ആണ്. നമ്മൾ ആദ്യം തൊട്ടേ ബയോളജിയിലൊക്കെ പഠിച്ചു വരുന്ന കാര്യങ്ങൾ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രോത്തിന്റെ റേഞ്ച് എത്രയാണ് ജനറലി വരുന്നത്. അതായത് ഒരു നോർമൽ ക്രോപ്പിന് സ്ട്രെസ് ആയിട്ടുള്ള കണ്ടീഷൻ ഒന്നും തന്നെ ഇല്ലാതെ അതിന്റെ ഒരു ജനറൽ ഗ്രോത്ത് റേഞ്ച് നിൽക്കുന്നത് 15 to 20 gram per meter square per day ആണെന്ന് ആലോചിക്കാം. ജനറലി രണ്ട് തരത്തിലാണ് ഗ്രോത്ത് ഉള്ളത്. ഒന്ന് വന്നിട്ട് ഡിറ്റർമിനേറ്റും, രണ്ട് വന്നിട്ട് ഇൻഡിറ്റർമിനേറ്റും. ഡിറ്റർമിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമൈൻഡ് ആയിട്ട്, അങ്ങനെ ആലോചിക്കട്ടോ, ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇത്ര വരെ ഞങ്ങൾ അങ്ങോട്ട് വളരത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഡിറ്റർമിനേറ്റ് ഗ്രോത്തിൽ വരുന്നത്. അതായത് ഇവരുടെ ഗ്രോത്ത് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഒരു പ്രീ ഡിറ്റർമൈൻഡ് സൈസ് വരെ ഇവർ വളരത്തുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യും? ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും. ഇനി ഇൻഡിറ്റർമിനേറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. ഇവിടെ പ്ലാന്റ്സ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ആയിട്ട് ഗ്രോ ചെയ്യും. ഓരോ ഗ്രോയിങ് സീസണിലും അവരെന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പം പല വെറൈറ്റീസ്, പല ക്രോപ്സിന് തന്നെ ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള വെറൈറ്റീസും ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ കണ്ടുവരാറുണ്ട്. ഓക്കെ, ഇനിയാണ് ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത്. ഈ ഗ്രോത്ത് കർവിൽ നിന്നൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. അപ്പം ഗ്രോത്ത് കർവ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കർവിലുള്ള ആ ഒരു 3 ഫേസുകളും അതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ വേണം. നമ്മൾ ഗ്രോത്ത് കർവ് പറയുമ്പോൾ ഗ്രോത്ത് കർവിന് പറയുന്ന മറ്റൊരു പേരാണ് സിഗ്മോയിഡ് കർവ് എന്ന് അറിയുക. എന്താണ് സിഗ്മോയിഡ് കർവ് അഥവാ എസ് ഷേപ്ഡ് കർവ്? ഈ ഒരു എസ് ഷേപ്പ് കൊണ്ടാണ് അതിനെ എസ് ഷേപ്ഡ് കർവ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഗ്രോത്ത് കർവ്? സിഗ്മോയിഡ് കർവ് അഥവാ എസ് ഷേപ്ഡ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൈ ആക്സിസിൽ വന്നിട്ട് ഗ്രോത്ത് റേറ്റും എക്സ് ആക്സിസിൽ ആരെയും കൊടുക്കും? ടൈമിനെയും കൊടുക്കും. അതും ശ്രദ്ധിക്കുക, വൈ ആക്സിസിൽ ആര് പോകും? ഗ്രോത്ത് പോകും. അത് സൈസ് ഇൻക്രീസോ വെയിറ്റ് ഇൻക്രീസോ ഒക്കെ ഒരു ഓർഗാനിസത്തിന്റെ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോത്ത് ആയിട്ട് പറയുന്നത്. പിന്നെ ഈ ഒരു എക്സ് ആക്സിസിൽ വന്നിട്ട് ടൈമാണ്. ഓക്കെ, ജനറലി ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത് 3 റീജൻസ് കാണാറുണ്ട്. ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു സ്ലോ ഗ്രോയിങ് ഫേസ്, ലാഗ് ഫേസ്, പിന്നീട് വളരെ റാപ്പിഡ് ആയിട്ടുള്ളൊരു ഒരു ലോഗരിതമിക് അല്ലെങ്കിൽ അഥവാ ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഫേസ് ഉണ്ട്. പിന്നെയാണ് മെച്ചൂരിറ്റിയിലേക്ക് കടന്ന് വയ്യാണ്ടായി എവിടെ എത്തും? സ്റ്റേഷനറി ഫേസ് എത്തും. സ്റ്റേഷനറി ഫേസ് എന്തിലേക്കാണ് നയിക്കുന്നത്? സെനിസൻസ് അഥവാ ഡെത്തിലേക്കാണ് നയിക്കുന്നത്. ഈ ലാഗ് ഫേസിൽ ഇവിടെ ഒരു ലാഗ് വരാൻ കാരണം ഇതൊരു പ്രിപ്പറേറ്ററി ഫേസ് ആണ്. ഇവിടെയാണ് പ്രിപ്പറേഷൻ നടക്കുന്നത്. എന്തിനു വേണ്ടി? നല്ല ഗ്രോത്തിലേക്ക് എത്താനുള്ള ഒരു പ്രിപ്പറേഷൻ നടക്കുന്ന ലാഗ് ഫേസിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇനിഷ്യൽ സ്ലോ ഫേസ് ആണ്. പിന്നെ ഒറ്റ വിടല, അത് ഒരു ലോഗ് അഥവാ എക്സ്പോണൻഷ്യൽ ഫേസ്. പിന്നെ പതുക്കെ എങ്ങോട്ട് കിടക്കുക? മെച്യൂരിറ്റിയിലേക്ക് കിടന്ന ഒരു സ്റ്റേഷനറി ആയിട്ട് പോവുക. പോയി എന്തായി? മരണത്തിലേക്ക് അഥവാ സെനിസൻസിലേക്കാണ് പോകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ഓഫ് ഗ്രോത്ത് റെസ്പോൺസ് കർവ് ഉണ്ട്. ഇത് ഇത്തിരി ഒരു പാരഗ്രാഫ് പോലെ കൊടുത്തേക്കുന്നതിന് കാരണം നമുക്ക് അത്രയും ഒരു പോയിന്റ് ഇതിനകത്ത് ഉണ്ട്. നമ്മൾ അത്രയും ഒന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇതെങ്ങനെയാന്ന് വെച്ചാല്, ഇത് നമ്മൾ ജനറലി ഫോഡർ ക്രോപ്സ് എന്ന് പറയുമ്പോൾ എക്കണോമിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എൻറ്റിയർ ഡ്രൈ മാറ്റർ ആണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റ് ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് പ്ലാന്റ് റെസ്പോൺസ് ഒരു അസിംപ്റ്റോട്ടിക് റെസ്പോൺസിലേക്കാണ് പോകുന്നത്. പ്ലാന്റ്സിനെ നമ്മൾ വൈഡ്ലി സ്പേസ് ആയിട്ട് വെക്കുമ്പോൾ
ഡ്രൈ മാറ്റർ ഇങ്ങനെ ഈ ഒരു പോപ്പുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട്, നമ്മൾ പ്ലാന്റ്സ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് പെർ യൂണിറ്റ് ഏരിയ ബേസിസിൽ ഡ്രൈ മാറ്റർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. പ്ലാന്റ് ഡെൻസിറ്റി കൂടുന്നു, അത് ബേസിൽ എന്ത് ചെയ്യുന്നു? പെർ യൂണിറ്റ് ഏരിയ ബേസിസിൽ കിട്ടുന്ന ഡ്രൈ മാറ്ററിന്റെ ആ ഒരു കണ്ടന്റും അഥവാ ആ ഒരു ഡ്രൈ മാറ്റർ അവൈലബിലിറ്റി കൂടി വരുന്നു. മനസ്സിലായോ? ആരുടെ കേസിലാ പറയുന്ന? ഫോഡർ ക്രോപ്സിന്റെ കേസില്. അപ്പൊ നമ്മളോട് ചോദിക്കുക ഫോഡർ ക്രോപ്സ് ഏത് റെസ്പോൺസാ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അസിംപ്റ്റോട്ടിക് ഗ്രോത്ത് റെസ്പോൺസ് ആണെന്ന് പറയാം. അതിനർത്ഥം അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക അല്ലെ, പക്ഷെ എങ്കിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. അതായത് തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ കൂട്ടിയിട്ടും അവിടെ നെയ്ബറിംഗ് പ്ലാന്റ്സ് തമ്മിൽ വലിയൊരു കോമ്പറ്റീഷൻ അവിടെ കാണിക്കുന്നില്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴും എന്ത് സംഭവിക്കുന്നു? ഡ്രൈ മാറ്റർ, അതായത് ഇൻഡിവിജ്വൽ പ്ലാന്റിന്റെ ഡ്രൈ മാറ്റർ ചെറുതായിട്ട് ഡിമിനിഷ് ചെയ്യുന്ന റേറ്റിലേ കൂടുന്നുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട ഒരു കൂടുതലില്ല. അതിനർത്ഥം ഇപ്പം ഏകദേശം പ്ലാന്റ്സ് തമ്മിലൊരു കോമ്പറ്റീഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിലും അത് നമ്മൾ പെർ യൂണിറ്റ് ഏരിയ ബേസിസിൽ എടുക്കുമ്പോൾ എന്തായി പോകുന്നുണ്ട്? ടാലി ആയി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നല്ല പോലെ ആലോചിക്കുക. ഫോഡർ ക്രോപ്സിന്റെ കേസിൽ മാത്രമേ നമ്മൾ ഇത് പറയത്തുള്ളൂ. നമ്മൾ കൂട്ടി വരുമ്പോൾ പെർ യൂണിറ്റ് ഏരിയ ബേസിസിൽ എന്ത് ചെയ്തു? കൂടി തന്നെ നിൽക്കുന്നു. ആദ്യം എന്ത് ചെയ്തു? പ്ലാന്റ് ഡെൻസിറ്റിയും കൂടി നിൽക്കുന്നു. ആ കോമ്പറ്റീഷൻ ആദ്യം നമ്മൾ വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കോമ്പറ്റീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അറിഞ്ഞു വരുന്നു. അതാണ് ഈ അസിംപ്റ്റോട്ടിക് ഗ്രോത്ത് റെസ്പോൺസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. മനസ്സിലായോ? ഇനി ഫർദർ ഇൻക്രീസിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഒരു പ്ലേറ്റ്യൂ വരും. അതായത് ഇനി നമ്മൾ പ്ലാന്റ് പോപ്പുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു പെർ യൂണിറ്റ് ഏരിയയിൽ കൂടാനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താ? മാക്സിമം ആയി എന്നുള്ള രീതിയിൽ ഈ പ്ലേറ്റ്യൂ കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോകും. മനസ്സിലായോ? കുറച്ച് നേരത്തേക്ക് കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫോഡർ ക്രോപ്സിന് നമ്മൾ എപ്പോഴും ഒരു മാക്സിമം ഈൽഡ് കിട്ടാൻ വേണ്ടി ഡെൻസ് സ്റ്റാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഇൻഡിവിജ്വൽ പ്ലാന്റ് മാറ്റർ കുറയുന്നുണ്ട്, പക്ഷേങ്കിൽ ടോട്ടൽ ഡ്രൈ മാറ്റർ പെർ യൂണിറ്റ് ഏരിയ കണ്ടിന്യൂസ്, അതായത് അത് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സ്ലോവർ റേറ്റിലാണെങ്കിലും അത് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് അതിന്റെ ആ ഒരു എഫക്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു നമ്മൾ സ്പേസിങ് കൂട്ടി കൊടുത്താലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോഡറിന്റെ കേസിൽ അതിന്റെ സ്റ്റെമ്മ് നല്ല കട്ടിയാവുകയും ഫോഡറിന്റെ ക്വാളിറ്റി കുറയുകയും ചെയ്യും. മനസ്സിലായോ? ശ്രദ്ധിക്കുക. സ്പേസിങ് കൂടുതലാണെങ്കിൽ സ്റ്റെമ്മ് കട്ടിയാവുകയും ഫോഡറിന്റെ ക്വാളിറ്റി കുറയുകയും ചെയ്യും. നമ്മുടെ കാറ്റിൽസിനെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടെ അവർക്ക് ഇഷ്ടമുള്ള എങ്ങനെയാന്ന് വെച്ചാൽ ഒരു തിന്നർ ആയിട്ടുള്ള സ്റ്റെമ്മ്, നല്ല ഇല, അതാണ് അവരുടെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു ടൈപ്പ് ഓഫ് പ്ലാന്റിങ് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഫോഡർ ക്രോപ്സ് കൾട്ടിവേഷൻ നടത്താം. ക്വാളിറ്റി തിന്നർ സ്റ്റെം ആകും. അതുപോലെ തന്നെ ഫോറേജിന്റെ ക്വാളിറ്റി അഥവാ ലീഫിന്റെ ക്വാളിറ്റി കൂടാനും സഹായിക്കും. മനസ്സിലായോ എന്തുകൊണ്ടാണ് ഫോഡർ ക്രോപ്സിന്റെ കേസിൽ അസിംപ്റ്റോട്ടിക് ഗ്രോത്ത് റെസ്പോൺസ് പറയുന്നതെന്ന്? ഓക്കെ, ഇനിയാണ് പാരാബോളിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ ഒരു പാരാബോളിക് റെസ്പോൺസ് എന്ന് പറയുന്നത് പ്ലാന്റ് പോപ്പുലേഷനും ഈൽഡും തമ്മിൽ നമ്മൾ എപ്പോഴും എക്കണോമിക് ഈൽഡ് എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ, ടോട്ടൽ ഡ്രൈ മാറ്ററിന്റെ ഒരു ഫ്രാക്ഷൻ ആകുന്ന കേസിലാണ് നമ്മൾ പാരാബോളിക് പറയുന്നത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈൽഡ് നമ്മൾ പ്ലാന്റ് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. പക്ഷേങ്കിൽ എന്നിട്ട് അത് മാക്സിമം ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പട്ടയെന്ന് പറയുന്നത് എന്ത് ചെയ്യും? താഴെ വീഴും. ഇതാണ് പാരാബോളിക് റെസ്പോൺസ്. ജനറലി എക്കണോമിക് ഈൽഡ് ആണ് നമ്മുടെ ഒരു എക്കണോമിക് ഈൽഡ് എന്ന് പറയുന്നത്. ടോട്ടൽ ഡ്രൈ മാറ്ററിന്റെ ഒരു പോർഷൻ മാത്രമേ ആകുന്നുള്ളെങ്കിൽ നമ്മൾ പാരബോളിക് റെസ്പോൺസ് പറയാറുണ്ട്. പക്ഷേങ്കിൽ ഫോഡർ ക്രോപ്സിന്റെ കേസിൽ എൻറ്റയർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡ്രൈ മാറ്റർ നമുക്ക് ആവശ്യമാണ്. ഇതാണ് അസിംപ്റ്റോട്ടിക് പാരാബോളിക് റെസ്പോൺസ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, അസിംപ്റ്റോട്ടിക് റെസ്പോൺസ്, പാരാബോളിക് റെസ്പോൺസ്. അസിംപ്റ്റോട്ടിക് വന്നിട്ട് പ്ലേറ്റു ഇങ്ങനെ പോകും. പാരാബോളിക് വന്നിട്ട് കുറച്ചു നേരം പ്ലേറ്റു ആയിട്ട് പോയിട്ട് നേരെ അത് എങ്ങോട്ട് വീഴുക? താഴോട്ട് വീഴുക. ബട്ട് ഇത് താഴാൻ അത്യാവശ്യം സമയമെടുക്കും. നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ പ്ലാന്റിങ് പോകുന്നത്. നമ്മുടെ പെർ യൂണിറ്റ് ഏരിയയിലെ ബേസ് കൂടുതലായതുകൊണ്ടാണ് ഈ അസിംപ്റ്റോട്ടിക് റെസ്പോൺസിൽ പ്ലേറ്റു ഇങ്ങനെ കുറേ പോകുന്നത്. കുറെ കഴിയുമ്പോൾ അത് എന്തായാലും ഒബ്വിയസ്ലി ഡിക്രീസ് ആവും. പക്ഷെ ഇതേപോലെ പെട്ടെന്ന് ഒരു ഫാള് ഉണ്ടാവില്ല. ഓക്കെ, ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. പ്ലാന്റ് ജോമെട്രിയും ക്രോപ്പ് ജോമെട്രിയും. നമുക്ക് എപ്പോഴും നമ്മളോട് എപ്പോഴും ആളുകൾ ചോദിക്കും എന്താണ് പ്ലാന്റ് ജോമെട്രിയും ക്രോപ്പ് ജോമെട്രിയും തമ്മിലുള്ള വ്യത്യാസം. പ്ലാന്റിന്റെ ഷേപ്പിനെ പറയുന്നതാണ് പ്ലാന്റ് ജോമെട്രി. തെറ്റിക്കില്ല. നമ്മുടെ പ്ലാന്റ് ബ്രാഞ്ചിങ് ആണോ, നോൺ ബ്രാഞ്ചിങ് ആണോ, എറക്റ്റ് ആണോ,
ടോൾ ആണോ ഷോർട്ട് ആണോ എന്നതൊക്കെ നമ്മൾ എന്തിനെ കണക്കാക്കും? പ്ലാന്റ് ജോമെട്രിയെ കണക്കാക്കും. ഇനി ക്രോപ്പ് ജോമെട്രി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ പ്ലാന്റിനെ ഒരു ക്രോപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്ന എപ്പോഴാണ്? അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാറ്റേൺ വരുമ്പോൾ, അതിന് അതിൻ്റെതായ ഇൻട്രാ സ്പേസിംഗ് ഒക്കെ വരുമ്പോൾ അല്ലെ? അപ്പം സ്വാഭാവികമായിട്ടും ക്രോപ്പ് ജോമെട്രി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ പ്ലാന്റിന് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിനെയാണ് ക്രോപ്പ് ജോമെട്രി എന്ന് പറയുന്നത്. ഈ ക്രോപ്പ് ജോമെട്രി ശരിക്കും വരുന്നത് എങ്ങനെയാ? നമ്മൾ റോ ടു റോ, പ്ലാൻ ടു പ്ലാൻ ഡിസ്റ്റൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് ക്രോപ്പ് ജോമെട്രി ആകുന്നത്. മനസ്സിലായോ? നമുക്ക് ഈസിലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ക്രോപ്പ് ജോമെട്രി ആണ്. മനസ്സിലായോ? എന്നാൽ പ്ലാൻ ജോമെട്രി എല്ലാ ക്രോപ്സിന്റെ കേസിലൊന്നും ഷേപ്പ് ഓഫ് പ്ലാന്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും ഹോർട്ടിക്കൾച്ചറിലൊക്കെ ചില പ്ലാന്റ്സ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതല്ല, അഗ്രോണമിയിലേക്ക് വന്ന് നമുക്ക് നെല്ലിനെ കട്ട് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ വെക്കാൻ പറ്റുമോ? മീൻസ് ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ നമുക്കത് പോസിബിൾ അല്ലല്ലോ. അപ്പൊ അതാണ് വ്യത്യാസം. ഇനിയാണ് സീഡ്. സീഡിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സീഡ് ടെക്നോളജിയിൽ പഠിക്കുന്നു. എങ്കിലും സീഡിന് എന്താണ്? ഇതെന്താന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള റൈപ്പൻഡ് ഓവ്യൂൾ ആണ് സീഡ് എന്ന് പറയുന്നത്. ഇതൊരു പാർട്ട് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് ആകാം. ഇതിൽ ആരൊക്കെ ഉണ്ട്? എംബ്രിയോ ഉണ്ട്. ഇവിടെ നിന്നാണ് ആര് വരുന്നത്? ഒരു പുതിയ ഒരാൾ ഡെവലപ്പ് ആയി വരുന്നത്. ഓക്കെ, ഇതൊന്നും അല്ല അനാട്ടമിക്കലി നമുക്ക് ഇങ്ങനെ പറയാം, ഒരു റുഡിമെന്ററി ആയിട്ടുള്ള സ്റ്റെം ഉണ്ട്, റൂട്ട് ഉണ്ട്. ഇത് മാത്രമല്ല എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ട്. എന്തിനു വേണ്ടി? ഇത് ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് പോയി സഫീഷ്യന്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പരിപാടി. ഇനി ഫിസിയോളജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു മെരിസ്റ്റമാറ്റിക് ആക്സിസ് ആണ്. സ്റ്റോറേജ് ഓർഗൻ ഉണ്ട്, അതിനകത്ത് കുറെ മെംബ്രെയിൻ ഉണ്ട്. ഔട്ടർ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് സീഡ് കോട്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അഗ്രോണമിക്കിലേക്ക് വന്നാൽ നമുക്ക് ആവശ്യമുള്ള കാര്യം സീഡ് ഒരു സീഡ് മെറ്റീരിയൽ ആണ്, ഒരു പുതിയ ജീവൻ നൽകാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊപ്പഗ്യൂൾ ആണ് എന്ന് ആലോചിക്കാം. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ സീഡ് റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാം. ഇനി പാർട്ട് ഓഫ് സീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അഗ്രോണമിയിൽ സീഡ് എന്താണെന്നൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബേസിക് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് പോവാം. സീഡ് ടെക്നോളജി പഠിക്കുമ്പോൾ നമ്മൾ ഡെപ്തിൽ പഠിക്കും അല്ലെ? അപ്പൊ എംബ്രിയോ ആണ് പുതിയൊരു പ്ലാന്റിലേക്ക് എത്തിക്കുന്ന ആള്. എൻഡോസ്പോം ആണ് സ്റ്റോറേജ് ടിഷ്യൂ എന്ന് പറയുന്നത്. എംബ്രിയോനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന ആളാണ് എൻഡോസ്പോം എന്ന് പറയുന്നത്. ഇനി ഇതിന് വലിയ തട്ടലും കോട്ടോ ഒന്നും ഇല്ലാതെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് സീഡ് കോട്ട് എന്ന് പറയുന്നത്. ഈ എംബ്രിയോയ്ക്ക് തന്നെ വീണ്ടും പാർട്സ് ഉണ്ട്. പ്രധാനമായിട്ട് 2 പാർട്ടാണുള്ളത്. റാഡിക്കിൽ നിന്നാണ് റൂട്ട് എമേർജ് ചെയ്യുന്നത്. പ്ലുമ്യൂൾ ആണ് എന്തിലേക്ക് നയിക്കുന്നത്? ഷൂട്ട് അഥവാ സ്റ്റെമ്മിലേക്ക് നയിക്കുന്നത്. എപ്പോഴും റാഡിക്കൽ ആദ്യം വളരും, പിന്നീടാണ് പ്ലുമ്യൂൾ വളരുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ? മുളച്ച് വരുമ്പോൾ റൂട്ട് പോർഷൻ അല്ലേ വരുന്നത്. അപ്പം അങ്ങനെ ആലോചിക്കുക, റാഡിക്കൽ ആണ് ആദ്യം വളർന്നത്, പിന്നീട് ആര് വരും? പ്ലുമ്യൂൾ വരും. ഇനി ഒരു ഹൈലം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതൊരു സ്കാർ അഥവാ ഒരു ഗ്രൂവ് ആണ്. നമ്മുടെ പോടുമായിട്ട് സീഡ്, നമ്മൾ പൾസിന്റെ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അല്ലെ? ആ ഒരു അറ്റാച്ച്മെന്റ് സീഡ് പോടുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു സാധനമുണ്ട് മൈക്രോപൈൽ എന്ന് പറയുന്നത്. ഒരു മൈന്യൂട്ട് ഓപ്പണിംഗ് ആണ്. ഇതിലൂടെയാണ് സീഡ് എന്ത് ചെയ്യുന്നത്? വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യുന്നത്. ഇനി ഇതിനെ അഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ഫാക്ടേഴ്സ് 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് അതായത് ഗ്രോത്ത് ആൻഡ് ക്രോപ്പ് പ്രൊഡക്ഷൻ കേട്ടോ. ക്രോപ്പിന്റെ ഗ്രോത്തും പ്രൊഡക്ഷനെ അഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ഇന്റേണൽ ഫാക്ടർ അഥവാ ജെനറ്റിക് അഥവാ ഹെറിഡിറ്റി എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ കുറേ ഉണ്ട്. ഹൈ yielding എബിലിറ്റി, ഏർലി മെച്യൂരിറ്റി, റെസിസ്റ്റൻസ് ടു ലോഡ്ജിങ്, എത്രമാത്രം ഇൻസെക്ട് പെസ്റ്റ് ഡിസീസിനെതിരെ ടോളറൻസ് ഉണ്ട്, എന്താണ് കെമിക്കൽ കോമ്പോസിഷൻ വരുന്നത്, എങ്ങനെയാണ് ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഫാക്ടേഴ്സിൽ വരുന്നത്. ഇതിൽ തന്നെ എല്ലാം ഒന്നും വലിച്ചു വാരി നമ്മൾ പഠിക്കേണ്ട. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ എങ്ങനെയാന്ന് വെച്ചാൽ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. മനസ്സിലായോ? ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏത് ഫോം ഓഫ് കണ്ടൻസ്ഡ് വാട്ടർഫോൾ അതിനെയൊക്കെ എന്തായിട്ട് വരും? പ്രസിപ്പിറ്റേഷൻ ആയിട്ട് വരും. റെയിൻ വരും, ഡ്യൂ വരും, സ്നോ വരും, ഒക്കെ എന്താണ്? പ്രസിപ്പിറ്റേഷൻ ആണ്. ഓക്കെ, ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് റെയിൻഫോൾ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു സ്ഥലത്ത് ഏത് ക്രോപ്പാണ് പോകേണ്ടതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ റെയിൻഫോൾ വളരെ കുറവായിട്ട് അൺഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള സ്ഥലങ്ങളിൽ, ഒരു ഡ്രൈ ലാൻഡ് ഏരിയ ഒക്കെ ആണെങ്കിൽ നമ്മൾ വാട്ടറിനെ സേവ് ചെയ്യാൻ പറ്റുന്ന, വാട്ടറിനെ നല്ല എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയായിരിക്കും നമ്മൾ പോകുന്നത്. ഈ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു അഗ്രികൾച്ചർ ക്രോപ്സിനെ സംബന്ധിച്ചും അതിന് വേണ്ട ഒരു റേഞ്ച് എന്ന് പറയുന്നത് 15 to 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അഗ്രികൾച്ചർ ക്രോപ്സിന്റെ കേസ് പറഞ്ഞു. ഇതിനകത്ത് തന്നെ വേറൊരു പ്രധാനപ്പെട്ട ടേം ഉണ്ട്, കാർഡിനൽ ടെമ്പറേച്ചർ.
കാർഡിനൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയെ സംബന്ധിച്ച് അതിനാവശ്യമായിട്ടുള്ള മിനിമം ടെമ്പറേച്ചർ, ഒപ്റ്റിമം ടെമ്പറേച്ചർ, മാക്സിമം ടെമ്പറേച്ചർ. അപ്പൊ ഇത്രയും കൂടെ ചേർത്തിട്ടാണ് ആരെന്ന് പറയുന്നത് കാർഡിനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ചെടിയുടെ കേസ് നമ്മൾ ഏതെങ്കിലും അല്ല പ്രധാനപ്പെട്ട ചെടികളുടെ കേസെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ റൈസിന്റെ അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, റൈസ് നമ്മൾ POP എടുക്കുന്ന സമയത്ത് നമുക്കറിയാം റൈസിന് ഫ്ലവറിംഗും ഫെർട്ടിലൈസർ റേഞ്ച് ഉണ്ട്. ഒരു ക്രിട്ടിക്കൽ മീൻ ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ട്. എത്രയാത് ഓർമ്മ വന്നോ? 16 to 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 16 to 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ ഫ്ലവറിംഗും ഫെർട്ടിലൈസേഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ. ഇനി വേറെ റൈപ്പണിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 18 തൊട്ട് 32% ശതമാനമാണ് ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. അപ്പൊ ഓരോ ചെടിയെ സംബന്ധിച്ചും എല്ലാത്തിനും ഒരു മിനിമം, ഒപ്റ്റിമം, മാക്സിമം ടെമ്പറേച്ചർ വളരാൻ വേണം. ഇതെല്ലാം കൂടെ ചേർത്ത് എന്തെന്ന് പറയും? കാർഡിനൽ ടെമ്പറേച്ചർ എന്ന് പറയും. ഓക്കെ, ഇനി ടെമ്പറേച്ചറിന് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ദ റേറ്റ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ദ റേറ്റ് ഓഫ് റിയാക്ഷൻ യൂഷ്വലി ഡബിൾസ് ഫോർ എവറി 10. നമ്മൾ ചെറുതായിട്ട് കെമിസ്ട്രിയിൽ പറയത്തില്ലേ, 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഡബിൾ ആയി പോകും. നമ്മൾ കൈനറ്റിക്സ് ഒക്കെ പഠിച്ചില്ലേ കെമിസ്ട്രിയിൽ, അതിന്റെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസിനും ടെമ്പറേച്ചറിൽ നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യാറുണ്ട്? ഡബിൾ ആകാറുണ്ട്. ആൻഡ് ദിസ് ഈസ് ജനറലി നോൺ ആസ് കോഷ്യന്റ് 10. ഓക്കെ, ഇനി അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വേപ്പറിൽ നമുക്ക് വിസിബിൾ അല്ലാത്ത രീതിയിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള വാട്ടർ വേപ്പർ ഉണ്ട്. എവിടെ? അറ്റ്മോസ്ഫിയറിൽ. ഇനി പറയുന്ന പേരാണ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി തന്നെ പല ഹ്യൂമിഡിറ്റി ഉണ്ട്. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. പക്ഷെങ്കിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. നമ്മളൊരു ക്രോപ്പിന്റെ ടേംസിൽ പറയുന്നത് എന്താണ്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് മോയ്സ്ചർ എയറിൽ പ്രസന്റ് ആയിട്ടുണ്ട് ടു ദ സാച്ചുറേഷൻ കപ്പാസിറ്റി ഓഫ് എയർ. അതായത് എത്രമാത്രം സാച്ചുറേഷൻ അതിന് പറ്റുമോ അതിന്റെ റേഷ്യോയും ടു എത്ര പെർസെന്റേജ് ഓഫ് മോയ്സ്ചർ അതിൽ ആ സമയത്ത് പ്രസന്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് എന്ന് പറയുമ്പോൾ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ജനറലി മേജർ ക്രോപ്സിന്റെയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ ആ ഒരു വാല്യൂ നിൽക്കുന്നത് 40 to 60% ആണ്. ഈ സോളാർ റേഡിയേഷൻ അതും ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം നമ്മളൊരു സോളാർ റേഡിയേഷന്റെ ഒരു റേഞ്ച് ഒക്കെ പറയുമ്പോൾ ഒരു ഷോർട്ട് വേവ് റേഡിയേഷൻ ആണ് അല്ലെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജിയോ റേഞ്ചിൽ വരുന്ന വിസിബിൾ റേഞ്ചിൽ വരുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. നമ്മൾ ഫോട്ടോസിന്തസിസിൽ തന്നെ പ്രിൻസിപ്പൽ കളേഴ്സ് ആയിട്ട് പറയുന്നത് വയലറ്റ്, ബ്ലൂ ആൻഡ് ഓറഞ്ച് റെഡ് റീജിയൻ ആണ്. അതിൽ തന്നെ റെഡ് ലൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? മോസ്റ്റ് ഫേവറബിൾ ആയിട്ട് പ്ലാന്റ് ഗ്രോത്തിന് കണക്കാക്കുന്നത്. ഷോർട്ട് വേവ് ലെങ്ത് ആയിട്ടുള്ള UV, എക്സ്റേ, ഗാമ, ഇൻഫ്രാറെഡ് ഒക്കെ എന്താണ്? ക്രോപ്പ് ഗ്രോത്തിനെ സംബന്ധിച്ച് ഡെട്രിമെന്റൽ ആണ്. ഓക്കെ, ഇനി വിൻഡ് വെലോസിറ്റിയിലേക്ക് വന്നാൽ ഇവിടെയും നമ്മൾ അറിയേണ്ടത് 4 to 6 km/h ആയിട്ടുള്ള മൈൽഡ് വിൻഡ് ആണ് ക്രോപ്പ് ഗ്രോത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ വിൻഡിന്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിലെ കോമ്പോസിഷൻ, വോളിയം ബേസിസും വെയിറ്റ് ബേസിസും അറിയണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്മോസ്ഫിയർ കോമ്പോസിഷൻ വോളിയം ബേസിലും വെയിറ്റ് അത് വ്യത്യാസം ഉണ്ട് കേട്ടോ. നൈട്രജന്റെ ഒക്കെ വ്യത്യാസം വരും. 71ഉം 78ഉം അങ്ങനെയാണെന്ന് തോന്നുന്നത്. അപ്പം ആ ഒരു വ്യത്യാസം വോളിയം ബേസിസിലുള്ളതും വെയിറ്റ് ബേസിസിലുള്ള 2 പെട്ടിയായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ക്രോപ്പ് റൊട്ടേഷനിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ്. നമുക്ക് വെറുതെ അങ്ങനെ ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ വളരെ സീക്വൻഷ്യൽ ആയിട്ട് നമ്മൾ പോവാന്നുള്ളതിലേ അല്ലേ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ക്രോപ്പ് റൊട്ടേഷൻ പോകാൻ പറ്റുമോ? ഇല്ല. എല്ലാത്തിനും അതിൻ്റെതായ കുറെ പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ ഒരു ലെഗ്യൂമിനസ് ക്രോപ്സ് വന്നതിന് ശേഷം ഒരു എന്ത് ചെയ്യണം? നോൺ ലെഗ്യൂമിനസ് ക്രോപ്പ് വരണം. അഥവാ ഒരു സിറിയൽ ക്രോപ്പ് ആണ് നമ്മൾ ഫീൽഡിൽ ആദ്യം ഇടുന്നെങ്കിൽ ശേഷം ആരെ ഇടണം? ഒരു ലെഗ്യൂമിനസ് ക്രോപ്പിനെ ഇടണം. അങ്ങനെ മാറിയും തിരിഞ്ഞും വേണം എന്ത് ചെയ്യാൻ? ക്രോപ്സിനെ ഗ്രോ ചെയ്യാൻ, അഥവാ ക്രോപ്പ് റൊട്ടേഷന് പോവാൻ. ഇനി അടുത്തൊരിതാണ് എക്സോസ്റ്റീവ് ക്രോപ്സിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ലെസ് എക്സോസ്റ്റീവ് ആയിട്ടുള്ള ക്രോപ്സ് പോകണം. എക്സോസ്റ്റീവ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ സിറിയൽസ് ഒക്കെ നല്ല എക്സോസ്റ്റീവ് ക്രോപ്സിന്റെ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞത് തന്നെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ പോവില്ല. ഒരാൾ കഴിഞ്ഞാൽ അതിന് നേരെ വിപരീതമായിട്ട് ആ ഒരു ക്യാരക്ടറുള്ള വേറൊരാള് പോണം. ഇനി
ടാപ്പ് റൂട്ട് ക്രോപ്സ് ജനറലി നമ്മൾ ഫൈബറസ് റൂട്ട് ക്രോപ്സുമായിട്ട് ആൾട്ടർ ചെയ്യണം. മനസ്സിലായോ? ഇപ്പൊ റൈസ് ആണെങ്കിൽ അടുത്തത് ആര് പോകണം? PGNP പോകണം. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. ഇപ്പൊ എന്തൊരു കേസാണെങ്കിലും നമ്മൾ മാക്സിമം സോയിലിന്റെ എല്ലാ ഒരു ലെയറും എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് ഇതിന്റെ ഒരു ബേസ് ആയിട്ട് പറയേണ്ട കാര്യം. ടാപ്പ് റൂട്ട് ആണെങ്കിൽ കുറച്ചുകൂടി ഡെപ്തിൽ പോകും. ഫൈബറസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഷാലോ, കുറച്ചുകൂടെ അതിന് റൂട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി അടുത്തു നിന്നൊക്കെ വലിച്ചെടുക്കും. ടാപ്പ് റൂട്ട് ആകുമ്പോൾ കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോകും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഒക്കെ ഉള്ള ഒരു ഫാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലൈഫ് സ്റ്റോക്കിന് റഫേജും പാസ്റ്റേജും ഒക്കെ റൊട്ടേഷന് എന്ത് ചെയ്യണം? നമ്മൾ വെക്കണം. അതിനു വേണ്ടി നമ്മൾ ധാരാളം ഫോഡർ ക്രോപ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ക്രോപ്പ് റൊട്ടേഷന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് ലൈഫ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ യു മേ ഗോ ഫോർ ഫോഡർ ക്രോപ്സ്. ഏതെങ്കിലും ഒരു ഫോഡർ ക്രോപ്പ് എന്ത് ചെയ്യണം? റൊട്ടേഷനിൽ പോകണം. പിന്നെ സ്ലോപ്പി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടെ സ്വാഭാവികമായിട്ടും സോയിൽ എറോഷൻ വരുമെങ്കിൽ ഇറോഷൻ പ്രൊമോട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ എറോഷനെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരും കൂടെ അഡാപ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു സ്ലോപ്പി ആയിട്ടുള്ള ഒരു ലാൻഡിൽ ഞാൻ കൊണ്ടുപോയി മെയ്സ് നട്ട്. മെയ്സ് എന്ന് പറയുന്നത് ഒരു എറോഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ശേഷം ഞാൻ ആരെ പോകണം? ഒരു കൗപ്പി അഥവാ ഗ്രീൻ ഗ്രാം, എറോഷനെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളെ പോകണം. ഇനി ഡ്രൈ ലാൻഡ് ആയിട്ടുള്ള ലിമിറ്റഡ് ഇറിഗേഷൻ കണ്ടീഷൻ ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ യു ഷുഡ് ഗോ ഫോർ ഡ്രൗട്ട് ടോളറന്റ് ആയിട്ടുള്ള ക്രോപ്സ്. അതുപോലെ തന്നെ ഫ്ലഡി ആയിട്ടുള്ള അഥവാ വാട്ടർ ലോഗിങ് ഒക്കെ പ്രശ്നമായിട്ടുള്ള സ്ഥലത്ത് വെള്ളം നല്ല ലവിങ് ആയിട്ടുള്ള പാഡി, ജൂട്ട് പോലുള്ള റൈസ്, ജൂട്ട് പോലുള്ള ക്രോപ്സ് നമുക്ക് പോവാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഫാമിലിയിലുള്ള ആൾക്കാരെ ഒരിക്കലും സക്സഷനിൽ പോവാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരേ ഫാമിലിയിലെ ആൾക്കാർ വരുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അവര് വന്നിട്ട് ഇൻസെക്ട് പെസ്റ്റ് ഡിസീസിനൊക്കെ ഓൾട്ടർനേറ്റീവ് ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവര് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ അവിടെ വീഡ്സ് വരും. ഈ ഒരേ വീട് തന്നെ വരുന്നു, ഒരേ ഹെർബിസൈഡ് നമ്മൾ അടിക്കുന്നു, അവിടെ എന്ത് ഡെവലപ്പ് ആകുന്നു? റെസിസ്റ്റൻസ് ഡെവലപ്പ് ആകുന്നു. കാലക്രമേണ നമ്മൾ അടിക്കുന്ന ഒന്നും ഏൽക്കാതെ വരുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിവെന്റ് ചെയ്യുക എന്നതാണ്. അപ്പൊ ഇങ്ങനെ ഓൾട്ടർ ചെയ്യുന്നതൊക്കെ എന്താണ്? ഒരു പ്രിവെൻഷൻ മെക്കാനിസമാണ്. പിന്നെ അതുപോലെ തന്നെ തോന്നിയ രീതിയിൽ ക്രോപ്പ് വളർത്താതിരിക്കും. ഒരു ഓണമാണ് വരുന്നത് അല്ലെ? ഓണം വരുന്ന സമയത്ത് നമുക്ക് അറിയാം, ഇപ്പം കുറെ പച്ചക്കറിയുടെ ഒക്കെ ആവശ്യമുണ്ട് അല്ലെ? ആ സമയത്ത് പിന്നെ പച്ചക്കറി വേണം, ഫ്ലവേഴ്സ് വേണം. അപ്പൊ അതനുസരിച്ച് നീഡും ഡിമാൻഡും അനുസരിച്ച് നമ്മൾ കൾട്ടിവേഷന് പോവാം. അതുപോലെ തന്നെ ഇപ്പം വിഷു വരുന്ന സമയത്ത് കണിവെള്ളരി അല്ലെ? എല്ലായിടവും കണിവെള്ളരി ആവശ്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു വിഷുവിനെ ഡിമാൻഡ് കൂടും. അതനുസരിച്ച് നമുക്കൊരു ഹൈ ഇൻകം കിട്ടും. ഓക്കെ. പിന്നെ ഏതൊരു ക്രോപ്പ് റൊട്ടേഷൻ ആയാലും തോന്നുന്ന പോലെ നമുക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഏരിയയിലെ സോയില്, അവിടുത്തെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ, എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ വെച്ച് വേണം എന്ത് ചെയ്യാൻ? ആ ഒരു കണ്ടീഷൻ അഡാപ്റ്റ് ചെയ്യാൻ, അതായത് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്രോപ്പ് റൊട്ടേഷൻ പോകണം. ഇനി ഒരു സീക്വൻസ് ഓഫ് ക്രോപ്പിംഗ് ഒരു പെർട്ടിക്കുലർ ഏരിയക്ക് അതിന്റെ ഒരു പ്രോപ്പർ ലാൻഡ് യൂട്ടിലൈസേഷന് എന്ത് ചെയ്യണം? ബേസ്ഡ് ആയിരിക്കണം. മനസ്സിലായോ? ഒരു പെർട്ടിക്കുലർ ക്രോപ്പ് റൊട്ടേഷൻ ആ ഒരു ഏരിയക്ക് എന്ത് ചെയ്യണം? സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കണം. ഡൈക്കോട്ട് ക്രോപ്സിനെ എപ്പോഴും മോണോകോട്ട് ക്രോപ്സ് വെച്ച് റൊട്ടേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ തിരിച്ചു. അതുപോലെ തന്നെ ഗ്രെയിൻ ക്രോപ്സിനെ ആര് ഫോളോ ചെയ്യണം? ഫോളിയേജ് ക്രോപ്സ് ഫോളോ ചെയ്യണം. ലോങ് ഡ്യൂറേഷൻ ക്രോപ്സിനെ ആര് ഫോളോ ചെയ്യണം? ഷോർട്ട് ഡ്യൂറേഷൻ ആൾക്കാർ. ഫോർ എക്സാമ്പിൾ, ഷുഗർ കെയിൻ ഒക്കെ, നേപ്പിയർ ഗ്രാസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഒത്തിരി റെസ്റ്റ് കൊടുക്കണം. സിസ്റ്റം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഷുഗർ കെയിൻ പോലുള്ള ലോങ് ഡ്യൂറേഷൻ വരുമ്പോൾ പിന്നെ ആര് പോവുക? ഒരു കൗപ്പി, ബ്ലാക്ക് ഗ്രാം, ഗ്രൗണ്ട് നട്ട് പോലെയൊക്കെയുള്ള ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് പോവാൻ ശ്രദ്ധിക്കാം. ഇനി ഒരു ക്രോപ്പിംഗ് സിസ്റ്റത്തിൽ എങ്ങനെ ക്രോപ്സ് വീഴണം എന്നത് ഒരു ഫാർമറിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ. ഹെവി ഇറിഗേഷൻ, ഇന്റൻസീവ് ആയിട്ടുള്ള ലേബർ റിക്വയറിംഗ് ആയിട്ടുള്ള ക്രോപ്സ് കണ്ടിന്യൂസ് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതും എന്ത് ചെയ്യുക? ഓൾട്ടർ ചെയ്യുക. നല്ല ലേബർ വേണമെങ്കിൽ പിന്നെ അധികം ലേബർ വേണ്ടാത്ത, ലെസ് ലേബർ റിക്വയറിംഗ് ആയിട്ടുള്ള, ലെസ് വാട്ടർ റിക്വയറിംഗ് ആയിട്ടുള്ള ക്രോപ്സ് പോവുക. ഇനി ചില ക്രോപ്സിനൊക്കെ പ്രോബ്ലമാറ്റിക് വീഡ്സ് ഉണ്ട് അല്ലെ? ഫോർ എക്സാമ്പിൾ, വീറ്റിന്റെ ഒക്കെ കേസിൽ ഫെലാരിസ് മൈനറും അതുപോലെ തന്നെ റൈസിന്റെ കേസിൽ നമ്മുടെ ബാർണിയാർഡ് ഗ്രാസ്, എക്കിനോക്ലോവ, ക്രസ്ഗള്ളി ഒക്കെ നല്ല പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള വീഡ്സ് ആണ് അല്ലെ? അപ്പൊ ഇവരെ എന്ത് ചെയ്യുക? ഇവരെയും എന്ത് ചെയ്യുക? ആൾട്ടർ ചെയ്യുക. അതായത് ഇങ്ങനെ പ്രശ്നം ഉള്ള സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ആയിട്ട് ആ ക്രോപ്സ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് റിപ്പീറ്റ് ആയിട്ട് ആ ഇൻഫെസ്റ്റേഷൻ വരും. അപ്പൊ അത് തടയാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇവരെ എന്ത് ചെയ്യുക? ഓൾട്ടർ ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പൊ സിക്കോറിയം ഇൻഡിബസ് പൊട്ടറ്റോയിലും, അപ്പൊ ബർസീൻ പൊട്ടറ്റോ ഇങ്ങനെ എന്ത് ചെയ്യുക? ഓൾട്ടർ ചെയ്യുക.
അതുപോലെ തന്നെ റൈസ് വെജിറ്റബിൾസ് എക്കിനോക്ലോവ ക്രിസ്ഗള്ളി ആ ഒരു ഓൾട്രേഷൻ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. പിന്നെ സോയിൽ ബോൺ പാത്തജൻ പാരസൈറ്റിക് വീഡ്സിനെ ഒക്കെ സസെപ്റ്റബിൾ ആയിട്ടുള്ള ക്രോപ്സിന് ഷുഡ് ബി ഫോളോഡ് ബൈ ഇതുപോലെ ട്രാപ്പ് ക്രോപ്സ്. അതായത് ഈ ആരെ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മെയിൻ ക്രോപ്പിനെ വെച്ചിട്ട് നമ്മൾ ട്രാപ്പ് ക്രോപ്പ് ഇട്ട് ആരെ പിടിക്കുന്നു, നമ്മുടെ പെസ്റ്റിനെ പിടിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഓൾട്ടർ ചെയ്താൽ നമ്മുടെ സിസ്റ്റം കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്താന്ന് വെച്ചാൽ ക്രോപ്പ് റൊട്ടേഷൻ ഇന്റൻസിറ്റി വെച്ചിട്ട് പ്രോബ്ലം സിമ്പിൾ ആയിട്ട് നമ്മളോട് പ്രോബ്ലംസ് വേണമെങ്കിൽ ചോദിക്കാം. അതിനൊരു എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. റൊട്ടേഷണൽ ഇന്റൻസിറ്റി എങ്ങനെയാണ് റൊട്ടേഷണൽ ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ക്രോപ്സ് ഗ്രോൺ ഇൻ ഡ്യൂറേഷൻ ഇൻ റൊട്ടേഷൻ ഡിവൈഡഡ് ബൈ ഡ്യൂറേഷൻ ഓഫ് റൊട്ടേഷൻ ഇൻറ്റു 100. ഇതാണ് റൊട്ടേഷണൽ ഇന്റൻസിറ്റിയുടെ പ്രോബ്ലം. ഇപ്പം അഗ്രോണമിയാണ് പ്രോബ്ലംസ് ചോദിക്കാം. അപ്പൊ അതിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് റൊട്ടേഷണൽ ഇന്റൻസിറ്റി. എങ്ങനെയാ വരുന്നത്? നമ്പർ ഓഫ് ക്രോപ്സ് ഗ്രോൺ ഇൻ റൊട്ടേഷൻ ഡിവൈഡഡ് ബൈ ഡ്യൂറേഷൻ ഓഫ് റൊട്ടേഷൻ ഇൻറ്റു 100. അപ്പം റൊട്ടേഷണൽ ഡെൻസിറ്റി നോക്കിക്കേ, റൈസ് വീറ്റ് റൊട്ടേഷൻ പോവാ. അപ്പൊ റൈസ് വീറ്റ് എന്ന് പറയുന്നത് കാരിഫ് റാബി 2 സീസൺ. ഇനി നമ്മൾ 2 സീസൺ 6 മാസം വരെ ആ ഉള്ള റൊട്ടേഷൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഇയർ ആയിട്ടാണ് എടുക്കുന്നത്. സി, ഇപ്പൊ റൈസ് വീറ്റ് റൊട്ടേഷൻ എടുത്താൽ എത്ര ക്രോപ്സ് ഉണ്ട് റൊട്ടേഷനിൽ? 2 ക്രോപ്സ്. ഡ്യൂറേഷൻ എങ്ങനെയാണ്? 1. അപ്പൊ 6 മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 6 മാസം ഒക്കെ വരെ വന്നാലും വിൽ ബി ടേക്കിംഗ് ദാറ്റ് ഇസ് 1 ഇയർ. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 100, 200%. ഇനി നമ്മളോട് പറയുകയാണ്, നമ്മൾ നേരെ തിരിച്ച് പറയുകയാണ്. അവർ പറയുന്നു റൊട്ടേഷൻ ഇന്റൻസിറ്റി 150%. അങ്ങനെയാണെങ്കിൽ എത്ര ക്രോപ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിനെ സിംപ്ലിഫൈ ചെയ്ത് പോകണം. അതായത് 150% എന്ന് പറയുന്നതിനെ 150 ഡിവൈഡഡ് ബൈ 100 എന്ന് കൊടുക്കുക. കട്ട് ചെയ്യുക 3/2. നമ്മൾ മറ്റേ മിനിമം ഫാക്ടർ ഒക്കെ വെച്ച് LCM ആ ഒരു സംഭവം ഇല്ലേ, അത് തന്നെ. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് അതിനെ സിംപ്ലസ്റ്റ് ഫാക്ടറിലേക്ക് എത്തിക്കുക 3/2. സിമ്പിൾ ആയിട്ട് അതിനർത്ഥം എന്താ? 3 ക്രോപ്സ് ഇൻ 2 ഇയേഴ്സ്. അപ്പൊ തിരിച്ചു തന്നാലും നമ്മൾ അതിലേക്ക് എത്തണം. മനസ്സിലായോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടാതാവും. റൊട്ടേഷൻ ഇന്റൻസിറ്റി 150% എന്ന് പറഞ്ഞാൽ നേരെ 150% നമ്മുടെ കയ്യിലുണ്ട്. 150 ഡിവൈഡഡ് ബൈ 100. അതിനെ സിംപ്ലിഫൈ ചെയ്ത് 3/2. ദാറ്റ് മീൻസ് 3 ക്രോപ്സ് ഇൻ 2 ഇയേഴ്സ്. അപ്പൊ ഇത് ഓക്കെ. ഇനി 133% എന്നൊക്കെ തന്നെ നമ്മൾ പെടും അല്ലേ? അപ്പോഴും പ്രശ്നമില്ല, വഴിയുണ്ട്. വീണ്ടും നമ്മൾ 133%ത്തെ 133 ഡിവൈഡഡ് ബൈ 100 എന്നാക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 1.33 കിട്ടി. ഇനി അതിനെ നമ്മൾ നൈസ് ആയിട്ട് 1 + 0.33 എന്ന് എഴുതുക. അപ്പൊ വീണ്ടും നമ്മൾ അതിനെ നമ്മൾ അൾട്ടിമേറ്റ്ലി എവിടെ കൊണ്ടുവരണം? ഫ്രാക്ഷനിലേക്ക് കൊണ്ടുവരണം. മനസ്സിലായോ? 1 + 1/3 എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4/3 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 4 ക്രോപ്സ് ഇൻ 3 ഇയേഴ്സ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അതായത് 133% ആണ്, വിച്ച് മീൻസ് 133 ഡിവൈഡഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു 1.33. എങ്ങനെ കൊണ്ടുവരിക? നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൊണ്ടുവരികയാണ്. സി, 1 + 1/3 എന്നായി, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 4/3. സിമ്പിൾ. 4 ക്രോപ്സ് ഇൻ 3 ഇയേഴ്സ്. അപ്പൊ മാക്സിമം കട്ട് ചെയ്ത് സിംപ്ലസ്റ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ആൻഡ് ഡെസിമൽ ആണെങ്കിൽ ഒക്കെ എന്തിലേക്ക് കൊണ്ടുവരാം? ഫ്രാക്ഷനിലേക്ക് കൊണ്ടുവരാം. ഇനി ഇവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒരു കംപ്ലീറ്റ് ഇയർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് 1. ക്രോപ്പും ഒരു ഇന്റർക്രോപ്പും ഉണ്ടെങ്കിൽ അതിന് ഒരു ക്രോപ്പായിട്ട്. ഗ്രീൻ മാനൂർ ആണെങ്കിൽ ഒരു ക്രോപ്പും ആയിട്ട് കൺസിഡർ ചെയ്ത്. ഗ്രീൻ മാനൂർ ക്രോപ്പിനെ നമ്മൾ ക്രോപ്പായിട്ട് കൺസിഡർ ചെയ്യത്തില്ല, 0 ക്രോപ്പ് ആണ്. ഫാലോ ആണെങ്കിലും എന്താണ്? 0 ക്രോപ്പ് ആണ്. ക്ലിയർ ആയോ? ഇനി ഇതൊന്ന് കണ്ടുപിടിച്ചേ. റൊട്ടേഷണൽ ഇന്റൻസിറ്റി റൈസ് വീറ്റ് സെസ്ബേനിയ. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു നോക്കുക. ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ. ഓക്കെ. സി, ഇവിടെ റൊട്ടേഷണൽ ഇന്റൻസിറ്റി 200 വരും. 200%. 2 ക്രോപ്പാണ് റൈസ് വീറ്റ്, 3 ക്രോപ്പാണ് റൈസ് വീറ്റ് സെസ്ബേനിയ. സെസ്ബേനിയ നമ്മൾ എടുക്കോ? അസ്ബർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രീൻ മാനുവറിനെ നമ്മൾ എടുക്കില്ല. 2/1 ഇൻറ്റു 100. ഓക്കെ. ഇനി അടുത്തത് അതുപോലെ തന്നെ റൈസ് ഫാലോ ആണെങ്കിൽ ഇവിടെ എത്ര വരും? 100% വരും. എന്തുകൊണ്ടാ? 1/1 അല്ലെ? ഫാലോയും എന്താണ്? 0 ക്രോപ്പ് ആണ്. ഓക്കെ. ഇനി മെയ്സ് പ്ലസ് മൂംബീൻ വീറ്റ് ഇവിടെ എങ്ങനെയാ? ഇവിടെ 3 ക്രോപ്പ് ഉണ്ടോ? തെറ്റിക്കല്ല്. ഇല്ല. കാരണം എന്താ? മൂംബീനും വീറ്റും ഇന്റർക്രോപ്പ് ആണ്. മൂംബീനും വീറ്റ് ഇന്റർക്രോപ്പിലാണ് വന്നത്. അപ്പൊ 2 ക്രോപ്പേ ഉള്ളൂ. ഇതിനെ ഒന്നും. അപ്പൊ 2/1 ഇൻറ്റു 100, 200% ആണ് റൊട്ടേഷണൽ ഇന്റൻസിറ്റി. അതേപോലെ തന്നെ മെയ്സ് പ്ലസ് മൂംബീൻ, വീറ്റ് പ്ലസ് ഉഴുന്ന്. നമ്മുടെ ഉഴുന്നും വീറ്റും കൂടെ, അതുപോലെ തന്നെ മെയ്സും മൂംബീനും, അതായത് നമ്മൾ ഗ്രീൻ ഗ്രാമിനോട് വന്നു. ഇവിടെ നോക്ക്,
മൊത്തത്തിൽ 4/1 എനിക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, മെയ്സും മൂംബീനും ഒന്നാണ്, വീറ്റും ഉറുദും ഒന്നാണ്. അപ്പൊ 2/1 × 100. ഈ റൈസ്, ഷുഗർ കെയിൻ, റട്ടൂൺ, വീറ്റ് ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? റട്ടൂണിനെ നമ്മൾ എങ്ങനെ എടുക്കും? റട്ടൂണിനെ നമ്മൾ എങ്ങനെ എടുക്കും? റട്ടൂണിനെ നമ്മൾ ക്രോപ്പ് ആയിട്ട് എടുക്കും കേട്ടോ. അപ്പൊ റൈസ്, ഷുഗർ കെയിന്, റട്ടൂണ്, വീറ്റ് 4/, നമ്മൾ ഇവിടെ 3 ഇയേഴ്സ് എന്ന് പറയാൻ കാരണം ഷുഗർ കെയിൻ അത്യാവശ്യം നല്ല ഒരു എന്തുള്ള ഒരാളാണ്, ഡ്യൂറേഷൻ മോർ ദാൻ 1 ഇയർ ഒക്കെ ഡ്യൂറേഷൻ ഉള്ള ഒരാളാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഷുഗർ കെയിനിന് നേരെ എന്ത് ചെയ്യുന്നു, 1 ഇയർ കൊടുക്കുന്നു, റട്ടൂണിന് 1 ഇയർ കൊടുക്കുന്നു, റൈസും വീറ്റും കൂടെ 1 ഇയർ. 4/3 × 100. ഇനി റൈസ്, വീറ്റ്, റാഗി, ഫാലോ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് റൈസിനും വീറ്റിനും അത്യാവശ്യം ഡ്യൂറേഷൻ ഉണ്ട്, റാഗിയും ഡ്യൂറേഷൻ ഉള്ള ഒരു ക്രോപ്പാണ്. അപ്പൊ അത് 1 വർഷത്തിൽ ഈ ഒരു ക്രോപ്പിംഗ് സിസ്റ്റം തീരത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് 2 ഇയേഴ്സ് നമ്മൾ എടുത്തേക്കുന്നത്. ക്രോപ്സ് എത്ര? 3. 3/2 × 100 വിച്ച് ഈസ് ഈക്വൽ ടു 150. ക്ലിയർ ആയോ? അപ്പൊ ഇന്ന് ഏകദേശം ഇത്രയൊക്കെയാണ്. പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.